തിലയ പ്രോജക്റ്റ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബരാക്കർ നദി, ജാർഖണ്ഡ്. ദാമോദർ വാലി കോർപ്പറേഷന്റെ DVC കീഴിലുള്ള ആദ്യത്തെ പ്രധാന അണക്കെട്ടാണ് ജാർഖണ്ഡിലെ തിലയ ഡാം. ബരാക്കർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പദ്ധതി മേഖലയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും സഹായിക്കുന്നു. ദുൽഹസ്തി പ്രോജക്റ്റ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്ത് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചിനാബ് നദി, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ചിനാബ് നദിക്ക് കുറുകെയുള്ള ഒരു റൺ ഓഫ് റിവർ ജലവൈദ്യുത പദ്ധതിയാണ് ദുൽഹസ്തി പ്രോജക്റ്റ്. NHPC ലിമിറ്റഡിന്റെ കീഴിലുള്ള ഈ പദ്ധതി 1990കളിൽ കമ്മീഷൻ ചെയ്യപ്പെടുകയും വടക്കൻ ഇന്ത്യയിലെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. തുൾബുൾ പ്രോജക്റ്റ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്ത് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജലം നദി, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ജലം നദിയിൽ വൂളാർ തടാകത്തിന് മുകളിലായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു നാവിഗേഷൻ കം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയാണ് തുൾബുൾ പ്രോജക്റ്റ്. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സിർഹിന്ദ് കനാൽ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ് നദി, പഞ്ചാബ്. പഞ്ചാബിലെ സത്ലജ് നദിയിൽ നിന്ന് ജലം എടുത്ത് കനാൽ ശൃംഖല വഴി ജലസേചനം നൽകുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സിർഹിന്ദ് കനാൽ. 1882-ൽ ആരംഭിച്ച ഈ കനാൽ പഞ്ചാബിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകിയിട്ടുണ്ട്. ജവഹർ സാഗർ പ്രോജക്റ്റ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചമ്പൽ നദി, രാജസ്ഥാൻ. ചമ്പൽ താഴ്വര പദ്ധതിയുടെ ഭാഗമായ ജവഹർ സാഗർ ഡാം രാജസ്ഥാനിലെ കോട്ട നഗരത്തിനു സമീപം ചമ്പൽ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ജലവൈദ്യുത പദ്ധതി മേഖലയിലെ വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലസേചനത്തിനും സഹായിക്കുന്നു. ഡൗൺ സിൻഡ്രോമിന് കാരണമാകുന്ന ക്രോമോസോം അസ്വാഭാവികത എന്താണ്? 21ാമത്തെ ക്രോമോസോമിന്റെ 3 പകർപ്പുകൾ, ട്രൈസോമി 21. സാധാരണയായി മനുഷ്യകോശങ്ങളിൽ ഓരോ ക്രോമോസോമിന്റെയും 2 പകർപ്പുകളാണുള്ളത്. ഡൗൺ സിൻഡ്രോം ഉള്ളവരിൽ 21ാമത്തെ ക്രോമോസോമിന്റെ ഒരു അധിക പകർപ്പ്, മൊത്തം 3 പകർപ്പുകൾ കാണപ്പെടുന്നു. ഇതിനെ ട്രൈസോമി 21 എന്ന് പറയുന്നു. ഇതാണ് ഡൗൺ സിൻഡ്രോമിന്റെ പ്രധാന കാരണം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഏത് തരം വൈറസാണ്? DNA അല്ലെങ്കിൽ RNA? ഒരു DNA വൈറസ്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് HBV ഹെപ്പാഡ്നവൈറിഡേ ഹെപ്പഡ്നവൈറിഡായ് കുടുംബത്തിൽപ്പെട്ട ഒരു DNA വൈറസാണ്. ഇത് പ്രധാനമായും കരളിനെ ബാധിക്കുകയും അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് ഹെപ്പറ്റൈറ്റിസിന് കാരണമാവുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്രിസ്റ്റാൻ ഡാ കുൻഹ. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രിസ്റ്റാൻ ഡാ കുൻഹ ലോകത്തിലെ ഏറ്റവും വിദൂരമായ ജനവാസമുള്ള ദ്വീപസമൂഹമാണ്. സമീപത്തെ പ്രധാന കരയിൽ നിന്ന് 2400 കിലോമീറ്ററിലധികം ദൂരമുള്ളതിനാൽ ഇത് ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ദ്വീപുകൾ എന്നറിയപ്പെടുന്നു. ഏത് രാജ്യമാണ് യൂറോപ്പിന്റെ വർക്ക്ഷോപ്പ് എന്നറിയപ്പെടുന്നത്? ബെൽജിയം. വ്യവസായ വിപ്ലവകാലത്ത് യൂറോപ്പിലെ വ്യാവസായിക കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ബെൽജിയം. കൽക്കരി, ഇരുമ്പ് എന്നിവയുടെ സമൃദ്ധിയും വ്യാവസായിക ഉൽപ്പാദനത്തിലെ മുൻനിര സ്ഥാനവും കാരണം ഇതിനെ യൂറോപ്പിന്റെ വർക്ക്ഷോപ്പ് എന്ന് വിളിച്ചു. ഏത് പ്രദേശമാണ് ചരിത്രപരമായി വെളുത്ത മനുഷ്യന്റെ ശ്മശാനം എന്നറിയപ്പെട്ടിരുന്നത്? ഗിനിയൻ തീരം. പശ്ചിമ ആഫ്രിക്കയിലെ ഗിനിയൻ തീരം വെളുത്ത മനുഷ്യന്റെ ശ്മശാനം എന്നറിയപ്പെട്ടത് കോളനിവൽക്കരണ കാലത്ത് യൂറോപ്യന്മാർക്കിടയിൽ മലേറിയയും മഞ്ഞപ്പനിയും പോലുള്ള ഉഷ്ണമേഖലാ രോഗങ്ങൾ കാരണം വലിയ തോതിലുള്ള മരണങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ്. ഈ പ്രദേശത്തെ കഠിനമായ കാലാവസ്ഥയും രോഗങ്ങളും യൂറോപ്യൻ കുടിയേറ്റക്കാർക്ക് വെല്ലുവിളിയായിരുന്നു. ഏത് രാജ്യമാണ് ലോകത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത്? മെക്സിക്കോ. മെക്സിക്കോയെ ലോകത്തിന്റെ കലവറ എന്ന് ചിലപ്പോൾ വിശേഷിപ്പിക്കാറുണ്ട്, പ്രത്യേകിച്ച് അതിന്റെ ധാതു വിഭവങ്ങളുടെ, വിശിഷ്യ വെള്ളിയുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട്. കൂടാതെ നിരവധി കാർഷിക വിളകളുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ഈ രാജ്യം.
ഏത് നഗരമാണ് ചിലപ്പോൾ ആധുനിക ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ലണ്ടൻ. പുരാതന ബാബിലോണിന്റെ പ്രതാപവും സമ്പത്തും വൈവിധ്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് ലണ്ടനെ ചിലപ്പോൾ ആധുനിക ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരു പ്രധാന ആഗോള സാമ്പത്തിക, സാംസ്കാരിക, ജനസംഖ്യാപരമായ കേന്ദ്രമെന്ന നിലയിൽ ലണ്ടന്റെ വലുപ്പത്തെയും സ്വാധീനത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഏത് കനേഡിയൻ പ്രവിശ്യയാണ് പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത്? ബ്രിട്ടീഷ് കൊളംബിയ. ബ്രിട്ടീഷ് കൊളംബിയയെ പർവ്വതങ്ങളുടെ കടൽ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് പസഫിക് സമുദ്രവും കിഴക്കൻ ഭാഗത്ത് നിരവധി പർവ്വതനിരകളും ഉള്ളതുകൊണ്ടാണ്. റോക്കി പർവ്വതനിരകൾ ഉൾപ്പെടെ നിരവധി പ്രധാന പർവ്വതനിരകൾ ഇവിടെയുണ്ട്. യൂറോപ്പിന്റെ മരമില്ല് എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ. സ്വീഡൻ വനസമ്പത്തിൽ വളരെ മുന്നിലുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ വൻതോതിലുള്ള തടി വ്യവസായം, പ്രത്യേകിച്ച് മരമില്ലുകൾ, ഈ വിളിപ്പേരിന് പിന്നിലെ പ്രധാന കാരണമാണ്. വനവിഭവങ്ങൾ സ്വീഡന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഗ്രീസിന്റെ കണ്ണ് എന്ന് അറിയപ്പെട്ടിരുന്ന പുരാതന നഗരം ഏതാണ്? ഏഥൻസ്. പ്രാചീന ഗ്രീസിന്റെ സാംസ്കാരികവും ബൗദ്ധികവുമായ കേന്ദ്രമായിരുന്നു ഏഥൻസ്. തത്വചിന്ത, കല, ജനാധിപത്യം എന്നിവയുടെ ഉത്ഭവസ്ഥാനമായിരുന്നതിനാൽ ഏഥൻസിനെ ഗ്രീസിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കണ്ണ് എന്ന് വിശേഷിപ്പിക്കുന്നു. സമ്പന്നമായ തുറമുഖം എന്ന് അർത്ഥം വരുന്ന കരീബിയൻ ദ്വീപ് ഏതാണ്? പ്യൂർട്ടോ റിക്കോ. സ്പാനിഷ് ഭാഷയിൽ നിന്നാണ് പ്യൂർട്ടോ റിക്കോ എന്ന പേര് വന്നത്. പ്യൂർട്ടോ എന്നാൽ തുറമുഖം എന്നും റിക്കോ എന്നാൽ സമ്പന്നം എന്നും അർത്ഥമാക്കുന്നു. ഇതിലൂടെ ഈ ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം വ്യക്തമാകുന്നു. സമ്പന്നമായ തീരം എന്ന് അർത്ഥം വരുന്ന മധ്യ അമേരിക്കൻ രാജ്യം ഏതാണ്? കോസ്റ്റാറിക്ക. ക്രിസ്റ്റഫർ കൊളംബസാണ് കോസ്റ്റാറിക്കയ്ക്ക് ഈ പേര് നൽകിയതെന്നാണ് വിശ്വാസം. സ്പാനിഷ് ഭാഷയിൽ കോസ്റ്റ എന്നാൽ തീരം എന്നും റിക്കോ എന്നാൽ സമ്പന്നം എന്നും അർത്ഥമാക്കുന്നു. ഇവിടുത്തെ പ്രകൃതി സമ്പത്ത് ഈ പേരിന് പിന്നിലുണ്ട്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ്. മനോഹരമായ പർവ്വതനിരകൾ, തടാകങ്ങൾ, സ്കീയിംഗ്, ഹൈക്കിംഗ് തുടങ്ങിയ വിനോദസഞ്ചാര സൗകര്യങ്ങൾ എന്നിവ കാരണം സ്വിറ്റ്സർലൻഡിനെ യൂറോപ്പിന്റെ കളിസ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ലക്ഷ്യസ്ഥാനമാണിത്. ഓറിയന്റിന്റെ മുത്ത് എന്ന് പ്രസിദ്ധമായി അറിയപ്പെടുന്ന നഗരം ഏതാണ്? ഹോങ്കോങ്. ഹോങ്കോങ്ങിന്റെ മനോഹരമായ തുറമുഖം, ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, സമ്പന്നമായ സംസ്കാരം, രാത്രികാലങ്ങളിലെ അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എന്നിവ കാരണമാണ് ഈ നഗരത്തിന് ഓറിയന്റിന്റെ മുത്ത് എന്ന വിളിപ്പേര് ലഭിച്ചത്. ചരിത്രപരമായി യൂറോപ്പിന്റെ അമ്മായിയമ്മ എന്ന് അറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ രാജകുടുംബം യൂറോപ്പിലെ മറ്റു പല രാജകുടുംബങ്ങളുമായും വിവാഹബന്ധങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. ഇത് ഡെൻമാർക്കിന് യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം നേടിക്കൊടുത്തു. ഹമ്മിങ്ബേർഡുകളുടെ നാട് എന്ന് അറിയപ്പെടുന്ന കരീബിയൻ ദ്വീപ് ഏതാണ്? ട്രിനിഡാഡ്. ട്രിനിഡാഡ് ദ്വീപിന്റെ ഔദ്യോഗിക പക്ഷി സ്കാർലറ്റ് ഐബിസ് ആണെങ്കിലും അവിടെ കാണുന്ന ഹമ്മിങ്ബേർഡുകളുടെ വൈവിധ്യവും എണ്ണവും കാരണം ഇതിന് ഹമ്മിങ്ബേർഡുകളുടെ നാട് എന്ന വിളിപ്പേര് ലഭിച്ചു. 18 തരം ഹമ്മിങ്ബേർഡുകൾ ഇവിടെ കാണപ്പെടുന്നു. പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്ന കരീബിയൻ ദ്വീപ് ഏതാണ്? ബാർബഡോസ്. ബാർബഡോസിന്റെ തീരങ്ങളിൽ പറക്കുന്ന മത്സ്യങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ഈ മത്സ്യങ്ങൾ രാജ്യത്തിന്റെ സംസ്കാരത്തിലും ഭക്ഷണരീതിയിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. കങ്കാരുക്കളുടെ നാട് എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ തനതായ മൃഗമാണ് കങ്കാരു. ഈ മൃഗങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ്. അതിനാൽ ഓസ്ട്രേലിയ കങ്കാരുക്കളുടെ നാട് എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നു. വടക്കുകിഴക്കൻ ആഫ്രിക്കയിലെ ഏത് രാജ്യമാണ് നൈലിന്റെ സമ്മാനം എന്നറിയപ്പെടുന്നത്? ഈജിപ്ത്. നൈൽ നദിയുടെ സാന്നിധ്യവും അതിന്റെ ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണും ഈജിപ്തിന്റെ നാഗരികതയുടെയും കാർഷിക സമ്പത്തിന്റെയും അടിസ്ഥാനമായിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഉത്ഭവവും നിലനിൽപ്പും നൈൽ നദിയെ ആശ്രയിച്ചായിരുന്നതിനാൽ ഈജിപ്തിനെ നൈലിന്റെ സമ്മാനം എന്ന് ഹെറോഡോട്ടസ് വിശേഷിപ്പിച്ചു.
ഏത് ഭൂഖണ്ഡമാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്? ആഫ്രിക്ക. യൂറോപ്യൻ പര്യവേക്ഷകർക്ക് ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളെക്കുറിച്ച് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ കാര്യമായ വിവരമില്ലാതിരുന്നതിനാലാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്ന പേര് വന്നത്. ഇത് അജ്ഞാതവും പര്യവേക്ഷണം ചെയ്യപ്പെടാത്തതുമായ ഒരു ഭൂപ്രദേശത്തെയാണ് അക്കാലത്ത് സൂചിപ്പിച്ചത്. പശ്ചിമ യൂറോപ്പിലെ ഏത് രാജ്യമാണ് യൂറോപ്പിന്റെ കോപ്പിറ്റ് എന്നറിയപ്പെടുന്നത്? ബെൽജിയം. യൂറോപ്പിലെ പ്രധാന ശക്തികൾ തമ്മിലുള്ള നിരവധി യുദ്ധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ബെൽജിയം ഒരു യുദ്ധക്കളമായി മാറിയിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായി യൂറോപ്പിന്റെ മധ്യഭാഗത്തുള്ള അതിന്റെ സ്ഥാനം കാരണം പ്രധാന സൈനിക സംഘടനകൾക്ക് ഇത് ഒരു കേന്ദ്രവേദിയായി വർത്തിച്ചു. ഇറ്റലിയിലെ ഏത് നഗരമാണ് പോപ്പുമാരുടെ നഗരം എന്നറിയപ്പെടുന്നത്? റോം. കത്തോലിക്ക സഭയുടെ ആസ്ഥാനവും മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതിയായ വത്തിക്കാൻ നഗരം സ്ഥിതി ചെയ്യുന്നതും റോമിലാണ്. റോമൻ കത്തോലിക്ക സഭയുടെ ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യം കണക്കിലെടുത്താണ് ഈ നഗരം പോപ്പുമാരുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഇറാഖിലെ ഏത് നഗരമാണ് അറേബ്യൻ രാവുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ബാഗ്ദാദ്. 1001 രാവുകൾ അറേബ്യൻ നൈറ്റ്സ് എന്ന പ്രശസ്തമായ കഥാസമാഹാരത്തിലെ പല കഥകളുടെയും പശ്ചാത്തലമായി ബാഗ്ദാദ് നഗരം വർത്തിച്ചിട്ടുണ്ട്. അബ്ബാസി ഖിലാഫത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ അറിവിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായിരുന്ന ബാഗ്ദാദിന്റെ പ്രശസ്തിയാണ് ഈ വിശേഷണത്തിന് കാരണം. ഉത്തർപ്രദേശിലെ ആഗ്ര ഏത് ചരിത്ര സ്മാരകത്തിനാണ് പ്രശസ്തം? താജ്മഹൽ. മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് താജ്മഹൽ. വെളുത്ത മാർബിളിൽ തീർത്ത ഈ മനോഹരമായ സ്മാരകം ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഹരിയാനയിലെ ഏത് നഗരമാണ് അതിന്റെ വ്യോമസേന പരിശീലന കേന്ദ്രത്തിന് പേരുകേട്ടത്? അംബാല. അംബാല കന്റോൺമെന്റ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാനപ്പെട്ട ഒരു താവളമാണ്. ചരിത്രപരമായി പ്രാധാന്യമുള്ള ഈ വ്യോമസേനാ കേന്ദ്രം പരിശീലന പ്രവർത്തനങ്ങൾക്കും തന്ത്രപ്രധാനമായ സൈനിക വിന്യാസങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഗുജറാത്തിലെ ഏത് നഗരമാണ് പരുത്തിത്തുണികളുടെ ഒരു പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്നത്? അഹമ്മദാബാദ്. അഹമ്മദാബാദ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും അറിയപ്പെടുന്നു. ഗുജറാത്തിലെ ഈ നഗരം പരുത്തിത്തുണി വ്യവസായത്തിന് പേരുകേട്ടതാണ്. ഈ വ്യവസായം നഗരത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും ചരിത്രത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഉത്തർപ്രദേശിലെ ഏത് നഗരമാണ് അലിഗഡ് സർവകലാശാലയ്ക്കും അതിന്റെ പൂട്ട് വ്യവസായത്തിനും പ്രശസ്തമായത്? അലിഗഡ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആസ്ഥാനം അലിഗഡാണ്. കൂടാതെ ലോകമെമ്പാടുമുള്ള പൂട്ട് നിർമ്മാണ വ്യവസായത്തിന് ഈ നഗരം പ്രശസ്തമാണ്. ഇത് പൂട്ടുകളുടെ നഗരം എന്നും അറിയപ്പെടുന്നു. ഉത്തർപ്രദേശിലെ ഏത് നഗരമാണ് ഒരു പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രവും കുംഭമേളയുടെ ആതിഥേയ നഗരവുമാകുന്നത്? അലഹബാദ്. പ്രയാഗ്രാജ്. ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമം പ്രയാഗ്രാജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ഒത്തുചേരലുകളിൽ ഒന്നായ കുംഭമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഈ നഗരം ഹൈന്ദവ വിശ്വാസികൾക്ക് പുണ്യസ്ഥലമാണ്. അലഹബാദിന്റെ പുതിയ പേര് പ്രയാഗ്രാജ് ആണ്. കേരളത്തിലെ ഏത് നഗരമാണ് കനാലുകളുടെ ശൃംഖല കാരണം കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത്? ആലപ്പുഴ. ആലപ്പുഴ നഗരം കായലുകളും കനാലുകളും നിറഞ്ഞ ഭൂപ്രകൃതിയാൽ പ്രശസ്തമാണ്. ഇത് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ കനാലുകൾ നൂറ്റാണ്ടുകളായി ചരക്കുഗതാഗതത്തിനും ജനജീവിതത്തിനും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏത് നഗരമാണ് അപൂർവ ലോഹ ഫാക്ടറിക്ക് റെയർ എർത്ത് ഫാക്ടറി പേരുകേട്ടത്? ആലുവ. ആലുവയിലെ ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് IREL അപൂർവ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആണവോർജ്ജ മേഖലയ്ക്കും മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കും നിർണായകമായ ഈ ലോഹങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നു. അമർനാഥ് ഐസ് ഗുഹയും ശിവക്ഷേത്രവും ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലെ ഹിമാലയൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന അമർനാഥ് ഗുഹാക്ഷേത്രം ഒരു പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. പ്രകൃതിദത്തമായി രൂപപ്പെടുന്ന ശിവലിംഗം ദർശിക്കാൻ ആയിരക്കണക്കിന് ഭക്തർ ഓരോ വർഷവും ഇവിടെയെത്തുന്നു. ലോക വെള്ളച്ചാട്ട ഡാറ്റാബേസ് അനുസരിച്ച് മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്?
നോഹ്കാലിഗായ് വെള്ളച്ചാട്ടം. മേഘാലയയിലെ ചിറാപുഞ്ചിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന നോഹ്കാലിഗായ് വെള്ളച്ചാട്ടത്തിന് ഏകദേശം 340 മീറ്റർ 1115 അടി ഉയരമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്ലഞ്ച് വെള്ളച്ചാട്ടമായി ഇത് അറിയപ്പെടുന്നു. ജോഗ് വെള്ളച്ചാട്ടം, ഗെർസോപ്പ വെള്ളച്ചാട്ടം, മഹാത്മാഗാന്ധി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരാവതി നദി. കർണാടകയിലെ ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും ഉയരം കൂടിയതുമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. ഹുൻഡ്രു വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സുവർണരേഖ നദി. ജാർഖണ്ഡിലെ റാഞ്ചിക്ക് സമീപം സുവർണരേഖ നദിയിലാണ് ഹുൻഡ്രു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. റാഞ്ചിയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത്. ശിവസമുദ്രം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദി. കർണാടകയിലെ കാവേരി നദിയിലാണ് ശിവസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയങ്ങളിലൊന്ന് ഇവിടെയാണ് സ്ഥാപിച്ചത്. ഇന്ത്യയുടെ നയാഗ്ര എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകൂട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ദ്രാവതി നദിയിൽ. ചിത്രകൂട് വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിൽ ഇന്ദ്രാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ഇന്ത്യയുടെ നയാഗ്ര എന്ന് വിളിക്കുന്നത് ഇതിന്റെ വിസ്തൃതിയും സൗന്ദര്യവും കാരണമാണ്. ഈ വെള്ളച്ചാട്ടം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. കർണാടകയിലെ ഗോകക് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോകക് നദിയിൽ. ഗോകക് വെള്ളച്ചാട്ടം കർണാടകയിലെ ബെലഗാവി ജില്ലയിലെ ഘടപ്രഭ നദിയുടെ പോഷകനദിയായ ഗോകക് നദിയിലാണ്. കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ഈ വെള്ളച്ചാട്ടം ഏകദേശം 171 അടി ഉയരത്തിൽ നിന്നാണ് പതിക്കുന്നത്. സമീപത്തുള്ള പഴയ വൈദ്യുത നിലയത്തിനും ഇത് പ്രശസ്തമാണ്. ദുവാന്തർ വെള്ളച്ചാട്ടം മധ്യപ്രദേശിലെ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദാ നദിയിൽ. ദുവാന്തർ വെള്ളച്ചാട്ടം മധ്യപ്രദേശിലെ ജബൽപൂരിൽ നർമ്മദാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നർമ്മദാ നദി മാർബിൾ പാറകളിലൂടെ ഒഴുകി ഏകദേശം 30 മീറ്റർ ഉയരത്തിൽ നിന്ന് പതിക്കുന്നതിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത്. ദുവാന്തർ എന്ന വാക്കിന് പുകയുടെ ധാര എന്നാണർത്ഥം. ഇത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉയരുന്ന മൂടൽമഞ്ഞിനെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ ആണവ നിലയം ഏതാണ്? താരാപൂർ. മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയം, താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ, ടാപ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ ആണവ വൈദ്യുത നിലയം. 1969-ൽ ഇത് കമ്മീഷൻ ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. റാവൽബട്ട ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ ചിത്തോർഡ് ജില്ലയിലാണ് റാവൽബട്ട ആണവ നിലയം, രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ, റാപ്സ് സ്ഥിതി ചെയ്യുന്നത്. കാനഡയുടെ സഹായത്തോടെയാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയുടെ ആണവോർജ്ജ പരിപാടിയുടെ ഒരു പ്രധാന ഘടകമാണിത്. കൂടംകുളം, കൽപ്പാക്കം ആണവ നിലയങ്ങൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് കൂടംകുളം, കുടൻകുലം ന്യൂക്ലിയർ പവർ പ്ലാന്റ് KKNP കൽപ്പാക്കം, മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ മാപ്സ് സ്ഥിതി ചെയ്യുന്നത്. കൂടംകുളം റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ഇന്ത്യയുടെ ആണവോർജ്ജ ഉത്പാദനത്തിൽ ഈ നിലയങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. കൈഗ ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. കൈഗ ആണവ നിലയം ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങളിലൊന്നാണ്. ഇത് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. കാക്രബാർ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാക്രബാർ ആണവ നിലയം ഗുജറാത്തിലെ ഒരു പ്രധാന ആണവോർജ്ജ ഉത്പാദന കേന്ദ്രമാണ്. ഇത് ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷിക്ക് കാര്യമായ സംഭാവന നൽകുന്നു. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗാനദിയുടെ തീരത്തുള്ള ഈ നിലയം ഉത്തരേന്ത്യയിലെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉത്പാദന മാർഗം ഏതാണ്? താപവൈദ്യുതി.
ഇന്ത്യയുടെ മൊത്തം വൈദ്യുതി ഉത്പാദനത്തിൽ ഏറ്റവും വലിയ പങ്ക് താപവൈദ്യുതിക്കാണ്. കൽക്കരി ഉപയോഗിച്ചാണ് പ്രധാനമായും താപവൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായകമാണ്. ഇന്ത്യയുടെ മൊത്തം ഊർജ്ജ ഉപഭോഗത്തിന്റെ എത്ര ശതമാനം താപവൈദ്യുതിയിലൂടെയാണ് നിറവേറ്റപ്പെടുന്നത്? 70% അധികം. ഇന്ത്യയുടെ മൊത്തം ഊർജ്ജ ഉപഭോഗത്തിന്റെ 70%-ലധികം താപവൈദ്യുതി ഉപയോഗിച്ചാണ് നിറവേറ്റുന്നത്. കൽക്കരിയെ അമിതമായി ആശ്രയിക്കുന്നത് പരിസ്ഥിതിപരമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും നിലവിൽ ഇത് രാജ്യത്തിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ്സാണ്. ഇന്ത്യയിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങളിലൊന്നായ മുന്ദ്ര താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുന്ദ്ര താപവൈദ്യുത നിലയം രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ കൽക്കരി അധിഷ്ഠിത പവർ പ്ലാന്റുകളിൽ ഒന്നാണ്. ഇത് പടിഞ്ഞാറൻ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. വിന്ധ്യാചൽ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ സിംഗ്രോളി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിന്ധ്യാചൽ താപവൈദ്യുത നിലയം എൻടിപിസിയുടെ കീഴിലുള്ള ഇന്ത്യയിലെ വലിയ താപവൈദ്യുത നിലയങ്ങളിൽ ഒന്നാണ്. രാജ്യത്തെ പ്രധാന ഊർജ്ജ ഉത്പാദന കേന്ദ്രങ്ങളിലൊന്നാണിത്. ബാർഹ് സൂപ്പർ താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാർ. ബീഹാറിലെ പട്ന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബാർഹ് സൂപ്പർ താപവൈദ്യുത നിലയം എൻടിപിസി സ്ഥാപിച്ച ഒരു വലിയ പവർ പ്ലാന്റാണ്. കിഴക്കൻ ഇന്ത്യയിലെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ നിലയത്തിന് കാര്യമായ പ്രാധാന്യമുണ്ട്. താൽച്ചർ സൂപ്പർ താപവൈദ്യുത നിലയം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. ഒഡീഷയിലെ അങ്കുൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന താൽച്ചർ സൂപ്പർ താപവൈദ്യുത നിലയം എൻടിപിസിയുടെ ഏറ്റവും വലിയ പവർ പ്ലാന്റുകളിലൊന്നാണ്. സമീപത്തുള്ള കൽക്കരി ഖനികളിൽ നിന്ന് നേരിട്ട് കൽക്കരി ലഭിക്കുന്നത് ഈ നിലയത്തിന്റെ പ്രവർത്തനത്തിന് സഹായകമാണ്. സിംഗ്രോളി സൂപ്പർ താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിംഗ്രോളി സൂപ്പർ താപവൈദ്യുത നിലയം എൻടിപിസിയുടെ ആദ്യത്തെ വലിയ കൽക്കരി അധിഷ്ഠിത നിലയമാണ്. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? സാമ്പത്തിക വളർച്ച അളവുപരമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം സാമ്പത്തിക വികസനം അളവുപരവും ഗുണപരവുമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു. സാമ്പത്തിക വളർച്ച എന്നത് സമ്പദ്വ്യവസ്ഥയുടെ വലുപ്പത്തിലുള്ള വർധനവിനെയാണ്, ഉദാഹരണം ജിഡിപി വർധനവ്, പ്രധാനമായും അളവുപരമായി സൂചിപ്പിക്കുന്നത്. എന്നാൽ സാമ്പത്തിക വികസനം ജനങ്ങളുടെ ജീവിതനിലവാരം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക സൂചകങ്ങളിലെ ഗുണപരമായ മെച്ചപ്പെടുത്തലുകൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ആശയമാണ്. സാമ്പത്തിക വികസനം നിർണ്ണയിക്കുന്ന പ്രധാന സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക ഘടകങ്ങളിൽ പ്രകൃതി വിഭവങ്ങൾ, തൊഴിൽ ശക്തിയും ജനസംഖ്യയും, മൂലധന രൂപീകരണം, സാങ്കേതികവിദ്യയും നവീകരണവും, മൂലധന ഉൽപ്പാദന അനുപാതം, സംഘാടനം എന്നിവ ഉൾപ്പെടുന്നു. സാമ്പത്തികേതര ഘടകങ്ങളിൽ സാമൂഹികം, മതം, രാഷ്ട്രീയം, അന്താരാഷ്ട്രം, ശാസ്ത്രം, മാനവ വിഭവശേഷി എന്നിവ ഉൾപ്പെടുന്നു. സാമ്പത്തിക വികസനം എന്നത് സാമ്പത്തിക ഘടകങ്ങളെ, ഉദാഹരണം പ്രകൃതി വിഭവങ്ങൾ, മൂലധനം ആശ്രയിക്കുന്നതുപോലെ തന്നെ സാമൂഹിക, രാഷ്ട്രീയ, മാനവ വിഭവശേഷി ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഈ ഘടകങ്ങളെല്ലാം ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമായ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. ഇവയുടെ സന്തുലിതമായ വളർച്ച വികസനം ത്വരിതപ്പെടുത്തുന്നു. സാമ്പത്തിക വികസനത്തെ ഏത് രൂപത്തിലായാലും ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടം എന്ന് നിർവചിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? പാകിസ്ഥാനി സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മെഹബൂബ് ഉൽ ഹഖ്. സാമ്പത്തിക വികസനം എന്ന ആശയത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി നേരിട്ട് ബന്ധിപ്പിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മെഹബൂബ് ഉൽ ഹഖ്. മാനവ വികസന സൂചിക HDI വികസിപ്പിക്കുന്നതിൽ ഇദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വികസനത്തിന്റെ കേന്ദ്രബിന്ദു മനുഷ്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. നോബൽ സമ്മാന ജേതാവായ പ്രൊഫസർ അമർത്യ സെന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക വികസനം എന്താണ്? അമർത്യ സെൻ പറയുന്നു, ശാക്തീകരണവും ശേഷി വികസനവുമാണ് സാമ്പത്തിക വികസനം എന്നും
സാമ്പത്തിക വികസനം എന്നത് ആളുകൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളും അവരുടെ യുക്തിസഹമായ ഇടപെടലിനുള്ള സാധ്യതകളും കുറക്കുന്ന വിവിധതരം സ്വാതന്ത്ര്യമില്ലായ്മകളെ ഇല്ലാതാക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു എന്നും നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ സാമ്പത്തിക വികസനത്തെ സ്വാതന്ത്ര്യത്തിന്റെ വികാസം ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്ന കാഴ്ചപ്പാടിലൂടെയാണ് അവതരിപ്പിച്ചത്. ദാരിദ്ര്യം, നിരക്ഷരത, രോഗം തുടങ്ങിയ സ്വാതന്ത്ര്യമില്ലായ്മകൾ ഇല്ലാതാക്കുകയും ആളുകൾക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥ വികസനം സാധ്യമാകുന്നതെന്ന് അദ്ദേഹം വാദിക്കുന്നു. സാമ്പത്തിക വികസനം അളക്കുന്നതിനുള്ള അടിസ്ഥാന ആവശ്യകതാ സമീപനം ബേസിക് നീഡ്സ് അപ്രോച്ച് ഏത് സ്ഥാപനമാണ് ഏതു വർഷമാണ് അവതരിപ്പിച്ചത്? ലോകബാങ്ക് 1970 1970 ലോകബാങ്ക് അവതരിപ്പിച്ച അടിസ്ഥാന ആവശ്യകതാ സമീപനം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും ഊന്നൽ നൽകി. ഇത് കേവലം സാമ്പത്തിക വളർച്ചയേക്കാൾ ജനങ്ങളുടെ അടിസ്ഥാന ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സാമ്പത്തിക വികസനം അളക്കുന്നതിനുള്ള ഭൗതിക ജീവിത നിലവാര സൂചിക PQLI സമീപനം വികസിപ്പിച്ചത് ആരാണ്? മോറിസ്. സാമ്പത്തിക വളർച്ച ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നു എന്ന് അളക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് മോറിസ് വികസിപ്പിച്ച ഭൗതിക ജീവിത നിലവാര സൂചിക PQLI. ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, സാക്ഷരതാ നിരക്ക് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. ഇത് മാനവ വികസന സൂചിക HDI പോലുള്ള മറ്റ് സമഗ്രമായ സൂചികകൾക്ക് വഴിയൊരുക്കി. പർച്ചേസിംഗ് പവർ പാരിറ്റി PPP രീതി ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഗുസ്താവ് കാസൽ. വ്യത്യസ്ത രാജ്യങ്ങളിലെ കറൻസികളുടെ വാങ്ങൽ ശേഷി താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു സാമ്പത്തിക സിദ്ധാന്തമാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി PPP. 1916 സ്വീഡിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗുസ്താവ് കാസലാണ് ഇത് ആദ്യമായി അവതരിപ്പിച്ചത്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ജീവിതച്ചെലവുകളും സാമ്പത്തിക താരതമ്യങ്ങളും കൂടുതൽ കൃത്യമാക്കാൻ സഹായിക്കുന്നു. അന്താരാഷ്ട്ര നാണയനിധി IMF പർച്ചേസിംഗ് പവർ പാരിറ്റി PPP രീതി ആദ്യമായി ഉപയോഗിച്ചത് എപ്പോഴാണ്? 1993 പർച്ചേസിംഗ് പവർ പാരിറ്റി PPP രീതി ആദ്യമായി അന്താരാഷ്ട്ര നാണയനിധി IMF ഉപയോഗിച്ചത് 1993 വിവിധ രാജ്യങ്ങളിലെ കറൻസികളുടെ യഥാർത്ഥ വാങ്ങൽ ശേഷി താരതമ്യം ചെയ്യാനും സാമ്പത്തിക സ്ഥിതി വിലയിരുത്താനും ഇത് സഹായിക്കുന്നു. ഒരു രാജ്യത്തിന്റെ കറൻസി ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളിൽ വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് അളക്കുന്ന ഒരു പ്രധാന സാമ്പത്തിക സൂചികയാണിത്. 2021 ലോക ബാങ്ക് വിവരങ്ങൾ പ്രകാരം മൊത്ത ദേശീയ വരുമാനം GNI പർച്ചേസിംഗ് പവർ പാരിറ്റി PPP അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ സാമ്പത്തിക റാങ്ക് എത്രയാണ്? ചൈനയ്ക്കും അമേരിക്കയ്ക്കും പിന്നിൽ ഇന്ത്യ 3ാം സ്ഥാനത്താണ്. 2021 ലോക ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം മൊത്ത ദേശീയ വരുമാനം GNI പർച്ചേസിംഗ് പവർ പാരിറ്റി PPP അടിസ്ഥാനമാക്കി ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാണ്. ചൈന 1ാം സ്ഥാനത്തും അമേരിക്ക 2ാം സ്ഥാനത്തുമാണ്. ഒരു രാജ്യത്തിന്റെ കറൻസിക്ക് മറ്റു രാജ്യങ്ങളിലെ കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്നതിനെ അടിസ്ഥാനമാക്കിയാണ് PPP റാങ്കിംഗ് നിർണ്ണയിക്കുന്നത്. 2021 ലോക ബാങ്ക് GDP കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ ഏത് രാജ്യത്തിന്റേതായിരുന്നു? ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? അമേരിക്കയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ. അമേരിക്ക, ചൈന, ജപ്പാൻ, ജർമ്മനി എന്നിവയ്ക്ക് പിന്നിൽ ഇന്ത്യ 5ാം സ്ഥാനത്തായിരുന്നു. 2021 ലോക ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം അമേരിക്കയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ. മൊത്ത ആഭ്യന്തര ഉത്പാദനം GDP അടിസ്ഥാനമാക്കിയുള്ള ഈ റാങ്കിങ്ങിൽ അമേരിക്ക, ചൈന, ജപ്പാൻ, ജർമ്മനി എന്നിവയ്ക്ക് പിന്നിൽ ഇന്ത്യ 5ാം സ്ഥാനത്തായിരുന്നു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഉത്പാദനത്തെയും GDP സൂചിപ്പിക്കുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയുടെ ഒരു പ്രധാന അളവുകോലാണ്. മാനവ വികസന സൂചിക HDI എന്ന ആശയം ആവിഷ്കരിച്ചത് ആരാണ്? ഏതു വർഷമാണ്? സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മഹബൂബ് ഉൽ ഹഖും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും 1990 സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മഹബൂബ് ഉൽ ഹഖും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്നാണ് 1990 മാനവ വികസന സൂചിക HDI എന്ന ആശയം രൂപപ്പെടുത്തിയത്.
ഒരു രാജ്യത്തിന്റെ വികസനം സാമ്പത്തിക വളർച്ചയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും മനുഷ്യരുടെ ജീവിത നിലവാരം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ ഘടകങ്ങളും പ്രധാനമാണെന്നും ഇത് ഊന്നിപ്പറയുന്നു. UNDP എല്ലാ വർഷവും ഇത് പ്രസിദ്ധീകരിക്കുന്നു. മാനവ വികസന സൂചികയിൽ HDI ഉൾപ്പെടുന്ന 3 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആയുർദൈർഘ്യ സൂചിക, ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ്, വിദ്യാഭ്യാസ സൂചിക, എഡ്യൂക്കേഷൻ ഇൻഡെക്സ്, വരുമാന സൂചിക, ഇൻകം ഇൻഡെക്സ് എന്നിവയാണ് ആ 3 ഘടകങ്ങൾ. മാനവ വികസന സൂചിക HDI ഒരു രാജ്യത്തിന്റെ മാനവ വികസനം അളക്കുന്നതിനായി 3 പ്രധാന ഘടകങ്ങൾ ഉപയോഗിക്കുന്നു. ഇവ ആയുർദൈർഘ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, അറിവ്, ആളോഹരി വരുമാനം, മെച്ചപ്പെട്ട ജീവിതനിലവാരം എന്നിവയാണ്. ഈ 3 ഘടകങ്ങളെയും ഒരുമിപ്പിച്ച് ഒരു സംയോജിത സൂചികയായി HDI അവതരിപ്പിക്കുന്നു. ഇത് രാജ്യങ്ങളുടെ വികസനം അളക്കാൻ സഹായിക്കുന്നു. മാനവ വികസന സൂചികയുടെ HDI മൂല്യങ്ങളുടെ പരിധി എത്രയാണ്? ഉയർന്ന മൂല്യങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? HDIക്ക് 0-നും 1-നും ഇടയിലുള്ള ഒരു മൂല്യമാണുള്ളത്. 1-നോട് അടുത്തുള്ള മൂല്യം മികച്ച മാനവ വികസനത്തെ സൂചിപ്പിക്കുമ്പോൾ 0-നോട് അടുത്തുള്ള മൂല്യം മോശം പ്രകടനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാനവ വികസന സൂചിക HDI 0 മുതൽ 1 വരെയുള്ള ഒരു സ്കെയിലിൽ അളക്കപ്പെടുന്നു. ഒരു രാജ്യത്തിന്റെ HDI മൂല്യം 1-നോട് അടുക്കുമ്പോൾ ആ രാജ്യം ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ജീവിത നിലവാരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. എന്നാൽ 0-നോട് അടുത്തുള്ള മൂല്യങ്ങൾ മാനവ വികസനത്തിലെ പിന്നോക്കാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. മാനവ വികസന സൂചികയുടെ HDI മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി രാജ്യങ്ങളെ എങ്ങനെയാണ് തരംതിരിക്കുന്നത്? രാജ്യങ്ങളെ 4 വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. വളരെ ഉയർന്ന മാനവ വികസനം 0.800 അതിനു മുകളിലും, ഉയർന്ന മാനവ വികസനം 0.700 മുതൽ 0.799 വരെ, മിതമായ മാനവ വികസനം 0.550 മുതൽ 0.699 വരെ, താഴ്ന്ന മാനവ വികസനം 0.0 മുതൽ 0.550 വരെ. മാനവ വികസന സൂചിക HDI അനുസരിച്ച് രാജ്യങ്ങളെ 4 വികസന വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ തരംതിരിവ് ഓരോ രാജ്യത്തിന്റെയും മാനവ വികസനത്തിലെ പുരോഗതിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഉയർന്ന HDI മൂല്യങ്ങളുള്ള രാജ്യങ്ങൾ മെച്ചപ്പെട്ട സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് എല്ലാ വർഷവും മാനവ വികസന സൂചിക HDI പുറത്തിറക്കുന്നത്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP അതിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് വഴി. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ആണ് എല്ലാ വർഷവും അതിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിലൂടെ മാനവ വികസന സൂചിക HDI പുറത്തിറക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വികസന നിലവാരം വിലയിരുത്തുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമാണിത്. ഈ റിപ്പോർട്ട് രാജ്യങ്ങൾക്ക് അവരുടെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് മാർഗനിർദ്ദേശം നൽകുന്നു. 2023 മുതൽ 24 വരെ വർഷത്തിലെ മാനവ വികസന സൂചികയിൽ HDI ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 2023 മുതൽ 24 വരെയിലെ HDIയിൽ 193 രാജ്യങ്ങളിൽ ഇന്ത്യ 134 സ്ഥാനത്തായിരുന്നു. 2023 മുതൽ 24 വരെയിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 193 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മാനവ വികസന സൂചിക HDI റാങ്ക് 134 ആയിരുന്നു. ഈ റാങ്കിംഗ് ഇന്ത്യയുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവയിലെ പുരോഗതിയെയും വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്നു. ലോക ശരാശരിയെ അപേക്ഷിച്ച് ഇന്ത്യയുടെ HDI മൂല്യം മിതമായ വിഭാഗത്തിലാണ് വരുന്നത്. 2023 മുതൽ 24 വരെയിലെ മാനവ വികസന റിപ്പോർട്ടിൽ ഏറ്റവും ഉയർന്ന മാനവ വികസന സൂചിക HDI ഉള്ള രാജ്യം ഏതാണ്? ഏറ്റവും കുറഞ്ഞ HDI ഉള്ള രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡിനായിരുന്നു ഏറ്റവും ഉയർന്ന HDI, സൊമാലിയക്കായിരുന്നു ഏറ്റവും കുറഞ്ഞ HDI. 2023 മുതൽ 24 വരെയിലെ മാനവ വികസന റിപ്പോർട്ട് പ്രകാരം സ്വിറ്റ്സർലൻഡ് ലോകത്ത് ഏറ്റവും ഉയർന്ന മാനവ വികസന സൂചിക HDI കൈവരിച്ച രാജ്യമാണ്. അതേസമയം സൊമാലിയ ഏറ്റവും കുറഞ്ഞ HDIയുമായി പട്ടികയിൽ ഏറ്റവും പിന്നിലാണ്. ഈ വിവരങ്ങൾ ആഗോളതലത്തിൽ രാജ്യങ്ങൾക്കിടയിലുള്ള വികസനത്തിലെ അസമത്വങ്ങൾ എടുത്തുകാണിക്കുന്നു. ഇത് പരീക്ഷകൾക്ക് പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. 2023 മുതൽ 24 വരെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ഉയർന്ന മാനവ വികസന സൂചിക HDI ഉള്ള ആദ്യ 5 രാജ്യങ്ങളിൽ ചിലത് ഏതൊക്കെയാണ്?
സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ഹോങ്കോങ്, ചൈന, ഡെൻമാർക്ക്, സ്വീഡൻ എന്നിവയാണ് ആദ്യ 5 രാജ്യങ്ങൾ. മാനവ വികസന സൂചിക HDI എന്നത് ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനം അളക്കുന്നതിനുള്ള ഒരു പ്രധാന അളവുകോലാണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ആണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യപരിരക്ഷ, ജീവിത നിലവാരം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. ലോക സന്തോഷ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? അത് എന്നുമുതലാണ് പ്രസിദ്ധീകരിക്കുന്നത്? യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് SDSN 2012 മുതൽ ലോക സന്തോഷ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് SDSN ആണ് ലോക സന്തോഷ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. രാജ്യങ്ങളിലെ സന്തോഷത്തിന്റെ അളവ് താരതമ്യം ചെയ്യുക എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യം. 2012 മുതലാണ് ഈ റിപ്പോർട്ട് വാർഷികമായി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ലോക സന്തോഷ റിപ്പോർട്ടിൽ ക്ഷേമം അളക്കാൻ ഉപയോഗിക്കുന്ന 6 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? പ്രതിശീർഷ GDP, PPP, ആരോഗ്യകരമായ ജീവിത പ്രതീക്ഷ, ഔദാര്യം, സാമൂഹിക പിന്തുണ, അഴിമതിയെക്കുറിച്ചുള്ള ധാരണ, ജീവിത തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം എന്നിവയാണ് 6 ഘടകങ്ങൾ. ലോക സന്തോഷ റിപ്പോർട്ട് ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമം അളക്കുന്നതിനായി 6 പ്രധാന ഘടകങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഘടകങ്ങൾ ഒരു രാജ്യത്തിലെ ജീവിത നിലവാരം, സാമൂഹിക ബന്ധങ്ങൾ, ഭരണത്തിന്റെ സുതാര്യത എന്നിവയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്നു. ഈ സൂചകങ്ങൾ ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സന്തോഷത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 143 രാജ്യങ്ങളിൽ നടത്തിയ സർവേ പ്രകാരം 2024 ലോക സന്തോഷ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ഏറ്റവും ദുഃഖിത രാജ്യമായി കണ്ടെത്തിയത് ഏതാണ്? ഫിൻലൻഡിനെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായും അഫ്ഗാനിസ്ഥാനെ ഏറ്റവും ദുഃഖിത രാജ്യമായും പ്രഖ്യാപിച്ചു. ഫിൻലൻഡ് തുടർച്ചയായി 7ാം വർഷമാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും പിന്നിൽ. ഈ റിപ്പോർട്ടുകൾ രാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെയും ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും പ്രതിഫലിക്കുന്നു. 2024 ലോക സന്തോഷ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 2024 ലോക സന്തോഷ റിപ്പോർട്ടിൽ ഇന്ത്യ 126ാം സ്ഥാനത്തായിരുന്നു. ലോക സന്തോഷ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് രാജ്യത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, ഭരണപരവുമായ പല വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്നു. ഈ റാങ്കിംഗ് ഇന്ത്യയുടെ ജീവിത നിലവാരം, സാമൂഹിക പിന്തുണ, അഴിമതിയെക്കുറിച്ചുള്ള ധാരണ തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് കൂടുതൽ നയപരമായ ഇടപെടലുകൾക്ക് പ്രചോദനമാകും. 2024 ലോക സന്തോഷ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ അയൽരാജ്യങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയായിരുന്നു? 2024 ലോക സന്തോഷ റിപ്പോർട്ടിൽ നേപ്പാൾ 93ാം സ്ഥാനത്തും, പാകിസ്ഥാൻ 108ാം സ്ഥാനത്തും, ശ്രീലങ്ക 128ാം സ്ഥാനത്തും, ബംഗ്ലാദേശ് 129ാം സ്ഥാനത്തുമായിരുന്നു. ഇന്ത്യ 126ാം സ്ഥാനത്തായിരുന്നു. ഈ റാങ്കിംഗ് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെ അപേക്ഷിച്ച് സന്തോഷ സൂചികയിലെ സ്ഥാനം വ്യക്തമാക്കുന്നു. നേപ്പാൾ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയേക്കാൾ മുന്നിലാണെങ്കിൽ ശ്രീലങ്കയും ബംഗ്ലാദേശും പിന്നിലാണ്. ഇത് ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക സ്ഥിതി, സാമൂഹിക ഘടന, രാഷ്ട്രീയ സ്ഥിരത എന്നിവയെ ആശ്രയിച്ചിരിക്കും. സാമ്പത്തിക ശാസ്ത്രത്തിൽ ദേശീയ വരുമാനം എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്? ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തെ പൗരന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തിന്റെ തുകയാണ് ദേശീയ വരുമാനം എന്ന് നിർവചിക്കപ്പെടുന്നു. ദേശീയ വരുമാനം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന അളവുകോലാണ്. ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, ജനങ്ങളുടെ ജീവിത നിലവാരം എന്നിവ മനസ്സിലാക്കാൻ ദേശീയ വരുമാനം സഹായിക്കുന്നു. ദേശീയ വരുമാന കണക്കുകൂട്ടലിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? നോബൽ സമ്മാന ജേതാവായ സൈമൺ കുസ്നെറ്റ്സ്. ആധുനിക ദേശീയ വരുമാന കണക്കുകൂട്ടൽ രീതികളുടെ വികാസത്തിൽ സൈമൺ കുസ്നെറ്റ്സ് ഒരു പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ സംഭാവനകൾ രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രകടനം അളക്കുന്നതിനും നയങ്ങൾ രൂപീകരിക്കുന്നതിനും സഹായകമായി. ഈ മേഖലയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും കണക്കാക്കിയ ആദ്യ വ്യക്തി ആരായിരുന്നു?
ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വയോവൃതൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ചയെക്കുറിച്ച് വിവരിക്കുന്നു. 1867 മുതൽ 68 വരെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ആദ്യമായി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയത്. ഐക്യരാഷ്ട്രസഭ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്നത് അവിടുത്തെ സർക്കാർ ഭരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ അതിർത്തിയാണ്. അവിടെ ജനങ്ങൾക്കും സാധനങ്ങൾക്കും മൂലധനത്തിനും തടസ്സങ്ങളില്ലാതെ സ്വതന്ത്രമായി നീങ്ങാൻ കഴിയും. ആളുകൾ, സാധനങ്ങൾ, മൂലധനം എന്നിവയുടെ സ്വതന്ത്രമായ ഒഴുക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ നിർവചനം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്നത് അതിന്റെ രാഷ്ട്രീയ അതിർത്തിയേക്കാൾ വിശാലമായ ഒരു സങ്കല്പമാണ്. ഇത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയെയാണ് സൂചിപ്പിക്കുന്നത്. ആളുകൾ, സാധനങ്ങൾ, മൂലധനം എന്നിവയുടെ തടസ്സമില്ലാത്ത ചലനം സാമ്പത്തിക വളർച്ചയ്ക്കും ഉൽപ്പാദനത്തിനും അത്യന്താപേക്ഷിതമാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്ന ചില പ്രധാന മേഖലകൾ ഏതെല്ലാം? രാഷ്ട്രീയ അതിർത്തി, കടൽ, ബഹിരാകാശ മേഖലകൾ ഉൾപ്പെടെ വിദേശത്തുള്ള എംബസികൾ, വാണിജ്യ കോൺസുലേറ്റുകൾ, സൈനിക സ്ഥാപനങ്ങൾ, പൗരന്മാർ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിപ്പിക്കുന്ന കപ്പലുകൾ, വിമാനങ്ങൾ, ദേശീയ അധികാരികളുടെ കീഴിൽ അന്താരാഷ്ട്ര ജലമേഖലയിൽ പ്രവർത്തിക്കുന്ന മത്സ്യബന്ധന, പര്യവേക്ഷണ കപ്പലുകൾ എന്നിവയാണ് പ്രധാന മേഖലകൾ. ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക അതിർത്തി കേവലം രാഷ്ട്രീയ അതിർത്തിയിൽ ഒതുങ്ങുന്നില്ല. വിദേശത്തുള്ള എംബസികളും സൈനിക സ്ഥാപനങ്ങളും പൗരന്മാർ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും ഈ പരിധിയിൽ വരും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദേശീയ വരുമാന കണക്കുകളുടെ രണ്ട് പ്രധാന വിഭാഗങ്ങൾ ഏതെല്ലാം? ആഭ്യന്തര ഉത്പന്നം, ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ദേശീയ ഉത്പന്നം, നാഷണൽ പ്രോഡക്റ്റ് എന്നിവയാണ് രണ്ട് പ്രധാന വിഭാഗങ്ങൾ. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പ്രധാനമായും ആഭ്യന്തര ഉത്പന്നം, ദേശീയ ഉത്പന്നം, GNP എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നവയാണ് ആഭ്യന്തര ഉത്പന്നം. എന്നാൽ ദേശീയ ഉത്പന്നം ഒരു രാജ്യത്തിലെ പൗരന്മാർ ലോകത്ത് എവിടെ ഉത്പാദിപ്പിച്ചാലും അത് ഉൾപ്പെടുന്നു. ഈ വേർതിരിവ് സമ്പദ്വ്യവസ്ഥയുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നൽകുന്നു. ദേശീയ വരുമാന കണക്കെടുപ്പിൽ ആഭ്യന്തര ഉത്പന്നം, ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്? ആഭ്യന്തര ഉത്പന്നം എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഉത്പാദന യൂണിറ്റുകൾ ഉത്പാദിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര ഉത്പന്നം എന്നത് ഒരു രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സാധാരണയായി ഒരു വർഷം ഉത്പാദിപ്പിക്കപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. ഇത് രാജ്യത്തിന്റെ ആന്തരിക സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഉത്പാദനശേഷിയെയും പ്രതിഫലിക്കുന്നു. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഇതിനൊരു ഉദാഹരണമാണ്. ദേശീയ വരുമാന കണക്കെടുപ്പിൽ താമസക്കാരൻ, റെസിഡന്റ്, പൗരൻ, സിറ്റിസൺ എന്നീ ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുക. താമസക്കാരൻ, റെസിഡന്റ് എന്നും പൗരൻ, സിറ്റിസൺ എന്നും പറയുന്നത് വ്യത്യസ്ത ആശയങ്ങളാണ്. ഒരാൾക്ക് ഒരു രാജ്യത്തിന്റെ പൗരനാകാൻ സാധിക്കും, ജനനം വഴിയോ സ്വാഭാവിക പൗരത്വം വഴിയോ ഉള്ള നിയമപരമായ ബന്ധത്തെ അടിസ്ഥാനമാക്കി. എന്നാൽ മറ്റൊരു രാജ്യത്തിലെ താമസക്കാരനാകാനും സാധിക്കും, അവരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ കേന്ദ്രം അടിസ്ഥാനമാക്കി. സാധാരണയായി അവർ ഒരു നിശ്ചിത കാലയളവിൽ ജീവിക്കുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സ്ഥലമാണിത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ താമസക്കാരൻ എന്ന ആശയത്തിനാണ് മുൻഗണന നൽകുന്നത്, അല്ലാതെ പൗരൻ എന്ന ആശയത്തിനല്ല. ഒരു രാജ്യത്ത് ഒരു വർഷമോ അതിൽ കൂടുതലോ താമസിക്കുകയും അവിടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് താമസക്കാരൻ. ഇത് പൗരത്വം നിയമപരമായ ബന്ധമാണെങ്കിൽ താമസക്കാരൻ സാമ്പത്തിക ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നുള്ള പ്രധാന വ്യത്യാസം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ദേശീയ വരുമാന കണക്കെടുപ്പിന്റെ ആവശ്യങ്ങൾക്കായി താമസക്കാരൻ, റെസിഡന്റ് എന്നതിന്റെ നിർവചനം നൽകുക. ഏതൊരു വ്യക്തിയോ സ്ഥാപനമോ ഒരു രാജ്യത്തിലെ താമസക്കാരനായി കണക്കാക്കപ്പെടുന്നത് അവർ അവിടെ താമസിക്കുകയോ അധിഷ്ഠിതമായിരിക്കുകയോ ചെയ്യുകയും അവരുടെ സാമ്പത്തിക താൽപ്പര്യം ആ രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിക്കുള്ളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ താമസക്കാരൻ എന്ന നിർവചനം വളരെ പ്രധാനമാണ്. ഒരു വ്യക്തി ഒരു രാജ്യത്ത് ഒരു വർഷത്തിലധികം താമസിക്കുകയും അവരുടെ സമ്പാദ്യം, നിക്ഷേപം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാനമായും ആ രാജ്യത്ത് കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ ആ രാജ്യത്തിലെ താമസക്കാരനായി കണക്കാക്കുന്നു.
പൗരത്വമല്ല, മറിച്ച് സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ കേന്ദ്രീകരണമാണ് ഇവിടെ മാനദണ്ഡം. ദേശീയ വരുമാന കണക്കെടുപ്പിൽ ദേശീയ ഉത്പന്നം നാഷണൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്? ഒരു രാജ്യത്തിലെ താമസക്കാർ നടത്തുന്ന ഉത്പാദനത്തെയാണ് ദേശീയ ഉത്പന്നം സൂചിപ്പിക്കുന്നത്. ഈ ഉത്പാദനം ആഭ്യന്തര സാമ്പത്തിക അതിർത്തിക്കുള്ളിലാണോ പുറത്താണോ നടന്നതെന്നത് പരിഗണിക്കാതെയാണ് ഇത്. ദേശീയ ഉത്പന്നം ഒരു രാജ്യത്തിലെ താമസക്കാരുടെ റെസിഡൻസ് വരുമാനം അഥവാ ഉത്പാദനം അളക്കുന്നു. ഇത് ആഭ്യന്തര ഉത്പന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്ക് പുറത്ത് താമസക്കാർ നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം കൂടി ഉൾക്കൊള്ളുന്നു. ഇത് ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ശേഷിയെയും വരുമാനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഉത്തരധ്രുവത്തിലെത്തിയ ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ഫ്രെഡറിക് കുക്ക്. ഫ്രെഡറിക് കുക്ക് 1908 ഏപ്രിൽ 21 ഉത്തരധ്രുവത്തിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണെന്ന് അവകാശപ്പെട്ടു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ തർക്കവിഷയമായിരുന്നു. പിന്നീട് 1909 റോബർട്ട് പിയറി ഉത്തരധ്രുവത്തിലെത്തിയതായി പ്രഖ്യാപിച്ചു. ദക്ഷിണധ്രുവത്തിലെത്തിയ ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? റോൾഡ് എൻഗൽബ്രെക്റ്റ് ഗ്രാവ്നിംഗ് അമുണ്ട്സെൻ. നോർവീജിയൻ പര്യവേഷകനായ റോൾഡ് അമുണ്ട്സെൻ 1911 ഡിസംബർ 14 ദക്ഷിണധ്രുവത്തിലെത്തിയ ആദ്യത്തെ വ്യക്തിയായി ചരിത്രത്തിൽ ഇടം നേടി. ബ്രിട്ടീഷ് പര്യവേഷകനായ റോബർട്ട് സ്കോട്ടിന്റെ ടീമിനേക്കാൾ മുന്നെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഇത് ധ്രുവപര്യവേഷണ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ ആളുകൾ ആരായിരുന്നു? സർ എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും. ന്യൂസിലൻഡുകാരനായ സർ എഡ്മണ്ട് ഹിലാരിയും നേപ്പാളി ഷെർപ്പയായ ടെൻസിംഗ് നോർഗയും 1953 മെയ് 29 എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ വ്യക്തികളായി. ഈ ചരിത്രപരമായ നേട്ടം ലോകമെമ്പാടും വലിയ അംഗീകാരം നേടി. പർവ്വതാരോഹണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഇത്. യുഎസ്എയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു. 1789 മുതൽ 1797 വരെ അദ്ദേഹം ആ സ്ഥാനം വഹിച്ചു. അമേരിക്കൻ വിപ്ലവയുദ്ധത്തിലെ കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിലും അദ്ദേഹം അറിയപ്പെടുന്നു. ഗ്രേറ്റ് ബ്രിട്ടന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? റോബർട്ട് വാൽപോൾ. സർ റോബർട്ട് വാൽപോൾ ഗ്രേറ്റ് ബ്രിട്ടന്റെ ആദ്യത്തെ യഥാർത്ഥ പ്രധാനമന്ത്രിയായി കണക്കാക്കപ്പെടുന്നു. 1721 മുതൽ 1742 വരെ അദ്ദേഹം ഈ പദവിയിൽ സേവനമനുഷ്ഠിച്ചു. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ കാബിനറ്റ് സംവിധാനം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ട്രൈഗ്വേ ലീ. നോർവേക്കാരനായ ട്രൈഗ്വേ ലീ ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറലായി 1946 തിരഞ്ഞെടുക്കപ്പെട്ടു. 1952 വരെ അദ്ദേഹം ഈ പദവിയിൽ തുടർന്നു. യുഎന്നിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഭൂമിയുടെ ഭൂപടം വരച്ച ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? അനാക്സിമാൻഡർ. പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ അനാക്സിമാൻഡർ ഭൂമിയുടെ ആദ്യത്തെ ഭൂപടം വരച്ച വ്യക്തിയായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഭൂപടം ലോകത്തിന്റെ പ്രാചീന സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഭൂമിശാസ്ത്രപരമായ ചിന്തകളുടെ വികാസത്തിൽ ഇത് ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. ആദ്യത്തെ പുരുഷ ബഹിരാകാശ വിനോദസഞ്ചാരി ആരായിരുന്നു? ഡെന്നിസ് ആന്റണി ടിറ്റോ. അമേരിക്കൻ ശതകോടീശ്വരനായ ഡെന്നിസ് ആന്റണി ടിറ്റോ 2001 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയായി. ഒരു റഷ്യൻ സോയൂസ് പേടകത്തിലാണ് അദ്ദേഹം ഈ യാത്ര നടത്തിയത്. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന്റെ തുടക്കമായി ഈ യാത്രയെ കണക്കാക്കുന്നു. ബഹിരാകാശത്ത് യാത്ര ചെയ്ത ആദ്യ മനുഷ്യൻ ആരായിരുന്നു? യൂറി അലക്സേയവിച്ച് ഗഗാറിൻ. 1961 ഏപ്രിൽ 12 വോസ്റ്റോക്ക് 1 ബഹിരാകാശ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യനായി ചരിത്രം കുറിച്ചു. ഈ നേട്ടം സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഒരു നിർണായക ചുവടുവെപ്പായിരുന്നു. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത ആദ്യ ചൈനീസ് തീർത്ഥാടകൻ ആരായിരുന്നു? ഫാഹിയാൻ. ഫാഹിയാൻ 5-ാം നൂറ്റാണ്ടിൽ ബുദ്ധമത ഗ്രന്ഥങ്ങൾ തേടി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത ഒരു ചൈനീസ് ബുദ്ധസന്യാസിയായിരുന്നു.
ഗുപ്തകാലഘട്ടത്തിലെ ഇന്ത്യയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ചൈന സന്ദർശിച്ച ആദ്യത്തെ യൂറോപ്യൻ ആരായിരുന്നു? മാർക്കോ പോളോ. 13-ാം നൂറ്റാണ്ടിൽ ചൈന സന്ദർശിച്ച വെനീഷ്യൻ വ്യാപാരിയും സഞ്ചാരിയുമായിരുന്നു മാർക്കോ പോളോ. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങളായ ദി ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ യൂറോപ്പിൽ കിഴക്കൻ രാജ്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. കേരളത്തിലെ പ്രധാന നദികൾ ഏവയാണ്? ഭാരതപ്പുഴ, പമ്പ, പെരിയാർ എന്നിവ. കേരളത്തിലെ ഏറ്റവും വലിയ 3 നദികളാണ് പെരിയാർ, നീളം 244 കിലോമീറ്റർ, ഭാരതപ്പുഴ, നീളം 209 കിലോമീറ്റർ, പമ്പ, നീളം 176 കിലോമീറ്റർ. ഈ നദികൾ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിലും സംസ്കാരത്തിലും കാർഷിക മേഖലയിലും സുപ്രധാന പങ്ക് വഹിക്കുന്നു. പെണ്ണാർ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുകയും എവിടെ കടലിൽ ചേരുകയും ചെയ്യുന്നു? ഇത് കർണാടകയിലെ കോലാറിൽ നിന്ന് ഉത്ഭവിച്ച് ആന്ധ്രാപ്രദേശിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. കർണാടകയിലെ നന്ദിദുർഗ് കുന്നുകളിൽ നിന്നാണ് പെണ്ണാർ നദി ഉത്ഭവിക്കുന്നത്. ഇത് വടക്കോട്ടും പിന്നീട് കിഴക്കോട്ടും ഒഴുകി ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ജബൽപൂർ നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദാ നദി. മധ്യപ്രദേശിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ജബൽപൂർ നർമ്മദാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നർമ്മദാ നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ്. മാൾവ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട നദികൾ ഏവ? ചമ്പൽ, കെൻ, ബെത്വ. മാൾവ പീഠഭൂമി മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി വ്യാപിച്ചുകിടക്കുന്ന ഒരു പ്രധാന ഭൂമിശാസ്ത്രപരമായ പ്രദേശമാണ്. ചമ്പൽ, കെൻ, ബെത്വ തുടങ്ങിയ നദികൾ ഈ പ്രദേശത്തിലൂടെ ഒഴുകുകയും പീഠഭൂമിയുടെ ഭൂപ്രകൃതിക്ക് രൂപം നൽകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ഈ നദികൾ ഈ പ്രദേശത്തെ കൃഷിക്കും ജലസേചനത്തിനും പ്രധാനമാണ്. എസ്കറുകൾ എന്നാൽ എന്ത്? മഞ്ഞുമലകൾക്കുള്ളിലും അടിയിലും കൂടി ഒഴുകുന്ന ഹിമാനീപരമായ ഉരുകിയ ജലം വഴിയോ ഹിമാനികൾക്ക് മുകളിലുള്ള ഉരുകിയ ജലപാതകൾ വഴിയോ രൂപപ്പെടുന്ന മണലും ചരലും നിറഞ്ഞ വരമ്പുകളാണ് എസ്കറുകൾ. എസ്കറുകൾ ഹിമാനികളുടെ പ്രവർത്തനഫലമായി രൂപപ്പെടുന്ന പ്രത്യേകതരം ഭൂരൂപങ്ങളാണ്. ഹിമാനികൾ ഉരുകിമാറുമ്പോൾ അവയ്ക്കുള്ളിലൂടെ ഒഴുകിയിരുന്ന ജലപാതകളിൽ അടിഞ്ഞുകൂടിയ മണലും ചരലും നീളമുള്ള വരമ്പുകളായി അവശേഷിക്കുന്നു. ഇത് ഹിമാനികൾ അപ്രത്യക്ഷമാകുമ്പോൾ അവശേഷിക്കുന്ന ഭൗതിക തെളിവുകളിൽ ഒന്നാണ്. ഗംഗാനദിയുടെ പ്രധാന വലതുകര പോഷകനദികൾ ഏവ? യമുന, സോൺ. ഗംഗാനദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലതുകര പോഷകനദികളാണ് യമുനയും സോണും. യമുന ബന്ദർപൂഞ്ച് കൊടുമുടിയിലെ യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതേസമയം സോൺ നദി മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ നദികൾ ഗംഗാതടത്തിലെ ജലസേചനത്തിനും കാർഷിക വികസനത്തിനും സുപ്രധാന പങ്ക് വഹിക്കുന്നു. നദീവളവ്, മീണ്ടർ എന്നാൽ എന്ത്? താരതമ്യേന നിരപ്പായ പ്രദേശങ്ങളിലൂടെ ജലം വളഞ്ഞൊഴുകുമ്പോൾ കുറഞ്ഞ പ്രതിരോധമുള്ള പാതയിലൂടെ മണ്ണൊലിപ്പിച്ച് നദിയുടെ ഗതിയിലുണ്ടാകുന്ന വളഞ്ഞ ഭാഗമോ തിരിവോ ആണ് മീണ്ടർ. നദീവളവുകൾ, മീണ്ടറുകൾ നദികളുടെ മധ്യഘട്ടത്തിലും താഴത്തെ ഘട്ടത്തിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. നദീജലത്തിന്റെ ഒഴുക്കിന്റെയും മണ്ണൊലിപ്പിന്റെയും നിക്ഷേപണത്തിന്റെയും ഫലമായാണ് ഇവ രൂപപ്പെടുന്നത്. കാലക്രമേണ ഈ വളവുകൾ കൂടുതൽ വളയുകയും അവസാനം ഓക്സ്ബോ തടാകങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കുകയും ചെയ്യാം. മധ്യ ഇന്ത്യയിലെ ഏത് പ്രധാന നദിയുടെ പോഷകനദിയാണ് താവനദി? നർമ്മദ നദി. താവനദി മധ്യപ്രദേശിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ്. പച്മർഹിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇത് നർമ്മദയുടെ ഏറ്റവും വലിയ പോഷകനദികളിലൊന്നാണ്. താവനദിയിൽ താവ അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് പ്രദേശത്തെ ജലസേചനത്തിനും വൈദ്യുതി ഉത്പാദനത്തിനും സഹായിക്കുന്നു. യമുന നദിയുടെ പ്രധാനപ്പെട്ട ചില പോഷകനദികൾ ഏവ? ടോൺസ്, ഗിരി, ഹിൻഡൻ, ചമ്പൽ, ബനാസ്, കാളി സിന്ധ്, പാർബതി, സിന്ധ്, ബെത്വ, ദശൻ, കെൻ. യമുന നദി ഗംഗയുടെ പ്രധാന പോഷകനദികളിലൊന്നാണ്. ഇത് ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ടോൺസ്, ചമ്പൽ, ബെത്വ, കെൻ തുടങ്ങിയവ യമുനയുടെ പ്രധാന പോഷകനദികളാണ്. ഈ നദികൾ വടക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളാണ്. സിന്ധു നദീതടം ഏതൊക്കെ രാജ്യങ്ങളിലൂടെ വ്യാപിച്ചുകിടക്കുന്നു? ഇന്ത്യയിലെ ഇതിന്റെ വിസ്തീർണം എത്രയാണ്? സിന്ധു നദീതടം ചൈന, ടിബറ്റ്, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ വ്യാപിച്ചുകിടക്കുന്നു.
ഇത് 11,65,500 ചകി.മീ വിസ്തീർണമുള്ള പ്രദേശമാണ്. ഇന്ത്യയിൽ ഇതിന്റെ വിസ്തീർണം 3,21,289 ചകി.മീ ആണ്. സിന്ധു നദീതടം ഏഷ്യയിലെ ഏറ്റവും വലിയ നദീതടങ്ങളിൽ ഒന്നാണ്. ടിബറ്റിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഈ നദിക്ക് വലിയൊരു തടപ്രദേശമുണ്ട്. സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലവിഭജനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇന്ത്യയിലെ സിന്ധു നദിയുടെ നീളം എത്രയാണ്? 1114 കിലോമീറ്റർ. സിന്ധു നദി ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്ത് ഉത്ഭവിച്ച് ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലൂടെയും ലഡാക്കിലൂടെയും ഒഴുകുന്നു. ഇന്ത്യയിൽ 1114 കിലോമീറ്റർ നീളമുള്ള ഇത് പിന്നീട് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. സിന്ധു നദീതട സംസ്കാരം ഈ നദിയുടെ പ്രാധാന്യം വെളിവാക്കുന്നു. നീർത്തടം വാട്ടർഷെഡ് എന്നാൽ എന്ത്? മഴവെള്ളത്തെയും മഞ്ഞുവെള്ളത്തെയും അരുവികളിലേക്കും പുഴകളിലേക്കും നദികളിലേക്കും പിന്നീട് സംഭരണികളോ ഉൾക്കടലുകളോ സമുദ്രമോ പോലുള്ള പുറത്തേക്കുള്ള ഒഴുക്ക് സ്ഥലങ്ങളിലേക്കും ഒഴുക്കുന്ന ഒരു ഭൗമപ്രദേശമാണ് നീർത്തടം. ഒരു നീർത്തടം എന്നത് ഒരു പ്രത്യേക ജലാശയത്തിലേക്കോ നദിയിലേക്കോ ജലം ഒഴുകിയെത്തുന്ന എല്ലാ ഭൂപ്രദേശങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇത് ജലപരിപാലനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും ഒരു പ്രധാന ആശയമാണ്. ജലവിഭവങ്ങളുടെ സുസ്ഥിര വിനിയോഗത്തിന് നീർത്തടങ്ങളുടെ സംരക്ഷണം അത്യാവശ്യമാണ്. രാജസ്ഥാനിലെ ലൂണി നദിയുടെ നീർത്തട പ്രദേശം എത്രയാണ്? 32,879 ചകി.മീ. രാജസ്ഥാനിലെ ആരവല്ലി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലൂണി നദി കച്ച് റണ്ണിന്റെ ചതുപ്പിൽ അവസാനിക്കുന്ന ഒരു അന്തർവാഹിനി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്തർവാഹിനി നദികളിൽ ഒന്നായ ഇത് ഏകദേശം 32,879 ചതുരശ്ര കിലോമീറ്റർ നീർത്തട പ്രദേശത്തിലൂടെയാണ് ഒഴുകുന്നത്. ഈ നദി രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങൾക്ക് ജലസേചനത്തിന് സഹായകമാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ്? അത് പലപ്പോഴും എന്താണ് അറിയപ്പെടുന്നത്? ഗോദാവരി. ഇത് പലപ്പോഴും ദക്ഷിണേന്ത്യയുടെ ജീവരേഖ അല്ലെങ്കിൽ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. ഗോദാവരി നദി 1465 കിലോമീറ്റർ നീളമുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതും ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയതുമായ നദിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി പലപ്പോഴും ദക്ഷിണ ഗംഗ എന്നും ദക്ഷിണേന്ത്യയുടെ ജീവരേഖ എന്നും അറിയപ്പെടുന്നു. കൃഷ്ണാനദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വറിനടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിനടുത്തുനിന്ന്. കൃഷ്ണാനദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിനടുത്തുള്ള സഹ്യാദ്രി പർവ്വതനിരകളിലെ ഒരു പുരാതന ശിവക്ഷേത്രത്തിനടുത്തുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏകദേശം 1400 കിലോമീറ്റർ നീളമുള്ള ഈ നദി മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. കൃഷ്ണാനദിയുടെ പ്രധാന പോഷകനദികളിൽ ചിലത് ഏവ? കോയ്ന, ഘടപ്രഭ, മലപ്രഭ, ഭീമ, തുംഗഭദ്ര എന്നിവ. കോയ്ന, ഘടപ്രഭ, മലപ്രഭ, ഭീമ, തുംഗഭദ്ര എന്നിവ കൃഷ്ണാനദിയുടെ പ്രധാന പോഷകനദികളാണ്. തുംഗഭദ്രയാണ് കൃഷ്ണാനദിയുടെ ഏറ്റവും വലിയ പോഷകനദി. ഈ നദികൾ ഡക്കാൻ പീഠഭൂമിയിലെ ജലസേചനത്തിലും വൈദ്യുതി ഉത്പാദനത്തിലും നിർണായക പങ്ക് വഹിക്കുന്നു. ദക്ഷിണേന്ത്യയുടെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? കാവേരി നദി. കാവേരി നദിക്ക് ഹിന്ദുമതത്തിൽ പുണ്യനദിയായി വലിയ പ്രാധാന്യമുണ്ട്. ഇത് പലപ്പോഴും ദക്ഷിണേന്ത്യയുടെ ഗംഗ എന്നറിയപ്പെടുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഏകദേശം 800 കിലോമീറ്ററിലധികം ഒഴുകുന്ന ഈ നദി ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഒരുപോലെ പ്രധാനമാണ്. കാവേരി നദിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന പ്രകൃതിദത്തമായ സവിശേഷതകൾ ഏവ? ശിവസമുദ്രം വെള്ളച്ചാട്ടവും ശ്രീരംഗപട്ടണം ശിവസമുദ്രം ദ്വീപുകളും. കാവേരി നദിയിലെ ശിവസമുദ്രം വെള്ളച്ചാട്ടം വൈദ്യുതി ഉത്പാദനത്തിന് പ്രശസ്തമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയങ്ങളിൽ ഒന്ന് ഇവിടെയാണ് സ്ഥാപിച്ചത്. ശ്രീരംഗപട്ടണം ശിവസമുദ്രം ദ്വീപുകൾ മതപരവും ചരിത്രപരവുമായ പ്രാധാന്യമുള്ളവയാണ്. അവ നദീതടത്തിന്റെ സാംസ്കാരിക പൈതൃകം വർദ്ധിപ്പിക്കുന്നു. നാഗാർജുന സാഗർ ഡാമും നിസാം സാഗർ ഡാമും ഏത് നദികളിലാണ് സ്ഥിതി ചെയ്യുന്നത്? നാഗാർജുന സാഗർ ഡാം കൃഷ്ണാനദിയിലും നിസാം സാഗർ ഡാം മഞ്ചീര നദിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണാനദിയിലെ നാഗാർജുന സാഗർ ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിറ കെട്ടിപ്പൊക്കിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. ഇത് ജലസേചനത്തിനും വൈദ്യുതി ഉത്പാദനത്തിനും സഹായിക്കുന്നു. ഗോദാവരിയുടെ പോഷകനദിയായ മഞ്ചീര നദിയിലെ നിസാം സാഗർ ഡാം തെലങ്കാനയിലെ പ്രധാന ജലസേചന പദ്ധതികളിൽ ഒന്നാണ്.
പ്രധാന ഉപദ്വീപീയ നദികളെ വടക്കുനിന്ന് തെക്കോട്ടുള്ള ക്രമത്തിൽ രേഖപ്പെടുത്തുക. മഹാനദി, ഗോദാവരി, കൃഷ്ണ, പെണ്ണാർ, കാവേരി, വൈഗൈ. ഉപദ്വീപീയ നദികളുടെ വടക്കുനിന്ന് തെക്കോട്ടുള്ള ഈ ക്രമം ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മഹാനദി ഒഡീഷയിലും, ഗോദാവരി മഹാരാഷ്ട്രയിലും, കൃഷ്ണ മഹാരാഷ്ട്രയിലും, പെണ്ണാർ കർണാടകയിലും, കാവേരി കർണാടകയിലും, വൈഗൈ തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ഉപദ്വീപീയ നദികളെ അവയുടെ നീളത്തിന്റെ അവരോഹണ ക്രമത്തിൽ രേഖപ്പെടുത്തുക. ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. ഗോദാവരി 1465 കിലോമീറ്റർ, കൃഷ്ണ 1400 കിലോമീറ്റർ, നർമ്മദ 1312 കിലോമീറ്റർ, മഹാനദി 851 കിലോമീറ്റർ, കാവേരി 800 കിലോമീറ്റർ, താപ്തി 724 കിലോമീറ്റർ എന്നിവയാണ് നീളത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന ഉപദ്വീപീയ നദികൾ. ഈ ക്രമം അവയുടെ നീളത്തെയും ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. ഏറ്റവും ചെറിയ നദീവ്യൂഹമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാൻ വരണ്ട കാലാവസ്ഥയും മരുഭൂമി ഭൂപ്രകൃതിയും കാരണം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നദീവ്യൂഹങ്ങളിലൊന്നാണ്. ലൂണി നദി പോലുള്ള കുറച്ച് നദികൾ മാത്രമാണ് ഇവിടെയുള്ളത്. അവയിൽ പലതും മഴയെ ആശ്രയിച്ചുള്ളതും ഇടയ്ക്കിടെ മാത്രം ഒഴുകുന്നവയുമാണ്. കാവേരി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? കർണാടകയിലെ കൂർഗ് ജില്ലയിലെ തലക്കാവേരിയിൽ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന്. കർണാടകയിലെ കൂർഗ് ജില്ലയിലെ തലക്കാവേരിയിലെ ബ്രഹ്മഗിരി മലനിരകളിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഈ പ്രദേശം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. ഇത് നദിക്ക് സമൃദ്ധമായ ജലസ്രോതസ് നൽകുന്നു, പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത്. ഗോദാവരി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ പ്രധാന പോഷകനദികൾ ഏവ? നാസിക്കിനടുത്തുള്ള ത്രയംബക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മഞ്ജീര, പെൻഗംഗ, വാർധ, വൈൻഗംഗ, ഇന്ദ്രാവതി, ശബരി, പ്രാൺഹിത എന്നിവയാണ് പ്രധാന പോഷകനദികൾ. ഗോദാവരി നദി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ദക്ഷിണ ഗംഗ എന്നും ഇത് അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തുള്ള ത്രയംബക് പീഠഭൂമിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. മഞ്ജീര, പെൻഗംഗ, ഇന്ദ്രാവതി എന്നിവ ഇതിന്റെ പ്രധാന പോഷകനദികളാണ്. കൃഷ്ണാനദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ പ്രധാന പോഷകനദികൾ ഏവ? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കോയിന, ഘടപ്രഭ, മലപ്രഭ, ഭീമ, തുംഗഭദ്ര, മൂസി, മുനേരു എന്നിവയാണ് പ്രധാന പോഷകനദികൾ. കൃഷ്ണാനദി ഉപദ്വീപീയ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. തുംഗഭദ്ര, ഭീമ, കോയിന എന്നിവ ഈ നദിയുടെ പ്രധാന പോഷകനദികളാണ്. കാവേരി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ പ്രധാന പോഷകനദികൾ ഏവ? പശ്ചിമഘട്ടത്തിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഹേരംഗി, ഹേമാവതി, ലക്ഷ്മണതീർത്ഥ, കബനി, സുവർണാവതി, ഭവാനി, അമരാവതി എന്നിവയാണ് പ്രധാന പോഷകനദികൾ. കാവേരി നദി കർണാടകത്തിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രധാന നദിയാണ്. ഇതിനെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കാറുണ്ട്. കാവേരി തടും കാർഷിക പ്രാധാന്യമുള്ളതാണ്. ഹേമാവതി, കബനി എന്നിവ ഇതിന്റെ പ്രധാന പോഷകനദികളാണ്. നർമ്മദ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ പ്രധാന പോഷകനദികൾ ഏവ? അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഹിരൺ, ഓർസാങ്, വാർണ, കോലാർ, ബുർണർ, ബഞ്ചാർ, ഷാർ ഷക്കർ, തവ, കുണ്ടി എന്നിവയാണ് പ്രധാന പോഷകനദികൾ. നർമ്മദ നദി മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണിത്. തവ, ഹിരൺ എന്നിവ ഇതിന്റെ പ്രധാന പോഷകനദികളാണ്. താപി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ പ്രധാന പോഷകനദികൾ ഏവ? മധ്യപ്രദേശിലെ ബേതുൽ ജില്ലയിലെ മുൽത്തായിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പൂർണ, ഗിർണ, പഞ്ച്ഹ്ര, ഗഞ്ചൽ എന്നിവയാണ് പ്രധാന പോഷകനദികൾ. താപി നദി മധ്യപ്രദേശിലെ ബേതുൽ ജില്ലയിലെ മുൽത്തായിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നർമ്മദയ്ക്ക് സമാന്തരമായി പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഒരു പ്രധാന നദിയാണിത്. പൂർണ, ഗിർണ എന്നിവ ഇതിന്റെ പ്രധാന പോഷകനദികളാണ്. സുവർണരേഖ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ പ്രധാന പോഷകനദികൾ ഏവ? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കർക്കായി, കാഞ്ചി, ഡുമ്ര,
ഹാർമു നദി എന്നിവയാണ് പ്രധാന പോഷകനദികൾ. സുവർണരേഖ നദി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ്. ഈ നദിയുടെ മണലിൽ സ്വർണ്ണകണികകൾ കാണപ്പെടുന്നതുകൊണ്ടാണ് സുവർണരേഖ എന്ന പേര് വന്നത്. കർക്കായി, കാഞ്ചി എന്നിവ ഇതിന്റെ പ്രധാന പോഷകനദികളാണ്. സിന്ധു നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ മൊത്തം നീളം എത്രയാണ്? എവിടെയാണ് അത് പതിക്കുന്നത്? ടിബറ്റിലെ കൈലാസ പർവ്വതത്തിനടുത്തുള്ള ബോഗർ ചുവിന് സമീപമുള്ള ഒരു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മൊത്തം നീളം 2880 കിലോമീറ്റർ. ഇന്ത്യയിൽ 1114 കിലോമീറ്റർ. അറബിക്കടലിൽ പതിക്കുന്നു. സിന്ധു നദി ലോകത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ്. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിനടുത്തുള്ള ബോഗർ ചു ഹിമാനിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഈ നദിക്ക് ഏകദേശം 2880 കിലോമീറ്റർ നീളമുണ്ട്. ചിനാബ് നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? സിന്ധു നദീവ്യൂഹത്തിൽ ഏത് പ്രധാന നദിയിലാണ് ഇത് ലയിക്കുന്നത്? ലഹൌൾ ജില്ലയിലെ ഹിമാചൽ പ്രദേശ് ബദലാച്ച പാസിന് സമീപം ഉത്ഭവിക്കുന്നു. നീളം 1180 കിലോമീറ്റർ. സിന്ധു നദിയിൽ ചേരുന്നതിനു മുമ്പ് പഞ്ച്നാദിന്റെ ഭാഗമായി സത്ലജ് നദിയിൽ ലയിക്കുന്നു. ചന്ദ്ര, ബാഗ എന്നീ രണ്ട് അരുവികൾ ചേർന്നാണ് ചിനാബ് നദി രൂപപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിലെ ബദലാച്ച പാസിന് സമീപമാണ് ഇതിന്റെ ഉത്ഭവം. സത്ലജ് നദിയുമായി ലയിച്ച് സിന്ധു നദീവ്യൂഹത്തിന്റെ ഒരു പ്രധാന ഭാഗമായി ഇത് മാറുന്നു. രവി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? ഏത് നദിയിലാണ് ഇത് ലയിക്കുന്നത്? കാൻഗ്ര ജില്ലയിലെ റോഹ്താങ് പാസിന് സമീപം ഉത്ഭവിക്കുന്നു. നീളം 725 കിലോമീറ്റർ. സരായ് സിന്ധുവിനടുത്ത് ചിനാബ് നദിയിൽ ലയിക്കുന്നു. രവി നദി ഹിമാചൽ പ്രദേശിലെ കാൻഗ്ര ജില്ലയിലെ റോഹ്താങ് പാസിന് സമീപം ഉത്ഭവിക്കുന്നു. ഇത് പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്നു. പിന്നീട് ഇത് ചിനാബ് നദിയിൽ ചേരുകയും സിന്ധു നദീവ്യൂഹത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. ജലം നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? ഏത് നദിയിലാണ് ഇത് ലയിക്കുന്നത്? പിർപ്പഞ്ചാൽ പർവ്വതത്തിലെ ജമ്മു കാശ്മീർ വെരിനാഗ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 724 കിലോമീറ്റർ. പാകിസ്ഥാനിലെ ജാങ്ങിനടുത്ത് ചിനാബ് നദിയിൽ ലയിക്കുന്നു. ജലം നദി ജമ്മു കാശ്മീരിലെ പിർപ്പഞ്ചാൽ പർവ്വതനിരകളിലെ വെരിനാഗ് വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ഈ നദി വൂളാർ തടാകത്തിലൂടെ കടന്നുപോകുന്നു. പിന്നീട് ഇത് പാകിസ്ഥാനിലെ ചിനാബ് നദിയിൽ ലയിക്കുന്നു. ബിയാസ് നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? എവിടെ വെച്ച് അത് സത്ലജ് നദിയുമായി ചേരുന്നു? റോഹ്താങ് പാസിനടുത്ത് ബിയാസ് കുണ്ട് തടാകത്തിൽ നിന്ന് 4000 മീറ്റർ ഉയരത്തിൽ ഉത്ഭവിക്കുന്നു. 470 കിലോമീറ്റർ ആണ് നീളം. ഹരികേക്കടുത്ത് കപുർത്തല സത്ലജ് നദിയുമായി ചേരുന്നു. ബിയാസ് നദി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിനടുത്തുള്ള ബിയാസ് കുണ്ട് തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് 470 മീറ്റർ ഒഴുകി പഞ്ചാബിലെ ഹരികയിൽ വെച്ച് സത്ലജ് നദിയുമായി ചേരുന്നു. ഇത് സിന്ധു നദീതട വ്യവസ്ഥയുടെ ഭാഗമായ ഒരു പ്രധാന നദിയാണ്. സത്ലജ് നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ ആകെയും ഇന്ത്യയിലെയും നീളം എത്രയാണ്? ഏത് പ്രധാന നദിയിലേക്കാണ് ഇത് ചേരുന്നത്? കൈലാസ് പർവ്വതത്തിനടുത്തുള്ള ടിബറ്റ് രക്ഷസ്ഥാൽ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ആകെ നീളം 1500 കിലോമീറ്റർ. ഇന്ത്യയിൽ 1050 കിലോമീറ്റർ. സിന്ധു നദിയിലേക്ക് ചേരുന്നു. ടിബറ്റിലെ കൈലാസ് പർവ്വതനിരകളിലെ രക്ഷസ്ഥാൽ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദി സിന്ധു നദീതട വ്യവസ്ഥയിലെ ഒരു പ്രധാന കിഴക്കൻ പോഷകനദിയാണ്. ഇന്ത്യയിലൂടെ 1050 കിലോമീറ്റർ ഒഴുകുന്ന ഇത് ഒടുവിൽ പാകിസ്ഥാനിലെ പഞ്ചനാദിൽ വെച്ച് സിന്ധു നദിയിൽ ചേരുന്നു. ഗംഗാനദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? എവിടെയാണ് അത് പതിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിക്ക് സമീപമുള്ള ഗോമുഖ് ഹിമാനിയിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 3900 മീറ്ററിലധികം ഉയരത്തിൽ ഉത്ഭവിക്കുന്നു. 2525 കിലോമീറ്റർ ആണ് നീളം. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നായ ഗംഗാനദി ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 2525 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. രാംഗംഗ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? ഏത് നദിയിലേക്കാണ് ഇത് ചേരുന്നത്? നൈനിതാളിനടുത്തുള്ള ഗർവാളിലെ ദൂതാത്തോളി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 596 കിലോമീറ്റർ ആണ് നീളം. കനൌജിനടുത്ത് ഗംഗാ നദിയിലേക്ക് ചേരുന്നു.
ഉത്തരാഖണ്ഡിലെ ദൂതാത്തോളി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന രാംഗംഗ നദി ഗംഗാനദിയുടെ പ്രധാന പോഷകനദികളിലൊന്നാണ്. 596 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഉത്തർപ്രദേശിലെ കനൌജിനടുത്ത് വെച്ച് ഗംഗാനദിയിൽ ലയിക്കുന്നു. ശാരദാ നദി കാളി സരയു എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? ഏത് നദിയിലേക്കാണ് ഇത് ചേരുന്നത്? കുമയൂൺ ഹിമാലയത്തിലെ മിലാം ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 596 കിലോമീറ്റർ ആണ് നീളം. ബഹ്റാം ഘട്ടിനടുത്ത് ഗാഗ്ര നദിയിലേക്ക് ചേരുന്നു. കുമയൂൺ ഹിമാലയത്തിലെ മിലാം ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാരദാ നദിക്ക് കാളി സരയു എന്നും പേരുണ്ട്. 596 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഉത്തർപ്രദേശിലെ ബഹ്റാം ഘട്ടിനടുത്ത് വെച്ച് ഗാഗ്ര നദിയിൽ ചേരുന്നു. ഗണ്ഡക് നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? ഏത് നദിയിലേക്കാണ് ഇത് ചേരുന്നത്? നേപ്പാളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 425 കിലോമീറ്റർ ആണ് നീളം. സോൺപൂരിനടുത്ത് പട്ന ഗംഗാ നദിയിലേക്ക് ചേരുന്നു. നേപ്പാളിലെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗണ്ഡക് നദി ഗംഗാനദിയുടെ ഒരു പ്രധാന പോഷകനദിയാണ്. 425 കിലോമീറ്റർ നീളമുള്ള ഇത് ബീഹാറിലെ സോൺപൂരിനടുത്ത് വെച്ച് ഗംഗാനദിയിൽ ലയിക്കുന്നു. കോസി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? ഏത് നദിയിലേക്കാണ് ഇത് ചേരുന്നത്? ഗോസൈനാഥൻ കൊടുമുടിക്ക് വടക്ക് നിന്ന് ഉത്ഭവിക്കുന്നു. 730 കിലോമീറ്റർ ആണ് നീളം. ഗംഗാനദിയിലേക്ക് ചേരുന്നു. നേപ്പാളിലെ ഗോസൈനാഥൻ കൊടുമുടിക്ക് വടക്ക് ഭാഗത്തുനിന്ന് ഉത്ഭവിക്കുന്ന കോസി നദി ബീഹാറിന്റെ ദുർഗം എന്നറിയപ്പെടുന്നു. 730 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഗംഗാനദിയുടെ പ്രധാന പോഷകനദികളിലൊന്നാണ്. യമുന നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? ഏത് നദിയിലേക്കാണ് ഇത് ചേരുന്നത്? ബന്ദർപൂഞ്ച് യമുനോത്രി ഹിമാനിയുടെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഉത്ഭവിക്കുന്നു. 1376 കിലോമീറ്റർ ആണ് നീളം. പ്രയാഗ്രാജിൽ വെച്ച് ഗംഗാനദിയിലേക്ക് ചേരുന്നു. ഉത്തരാഖണ്ഡിലെ ബന്ദർപൂഞ്ച് കൊടുമുടിയിലെ യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുന നദി ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷകനദിയാണ്. 1376 കിലോമീറ്റർ നീളമുള്ള ഈ നദി പ്രയാഗ്രാജിൽ അലഹബാദ് വെച്ച് ഗംഗാനദിയുമായി സംഗമിക്കുന്നു. ചമ്പൽ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? ഏത് നദിയിലേക്കാണ് ഇത് ചേരുന്നത്? മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിലെ മഹോവിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്നു. 965 കിലോമീറ്റർ ആണ് നീളം. ഇറ്റാവക്കടുത്ത് യമുന നദിയിലേക്ക് ചേരുന്നു. മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചമ്പൽ നദി യമുന നദിയുടെ പ്രധാന പോഷകനദികളിൽ ഒന്നാണ്. 965 കിലോമീറ്റർ നീളമുള്ള ഈ നദി മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ഇറ്റാവക്കടുത്ത് വെച്ച് യമുന നദിയിൽ ലയിക്കുന്നു. ബെത്വ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? ഏത് നദിയിലേക്കാണ് ഇത് ചേരുന്നത്? മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിലെ വിന്ധ്യാചൽ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 590 കിലോമീറ്റർ ആണ് നീളം. ഹമീർപൂരിനടുത്ത് യമുന നദിയിലേക്ക് ചേരുന്നു. മധ്യപ്രദേശിലെ വിന്ധ്യാചൽ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബെത്വ നദി യമുന നദിയുടെ ഒരു പ്രധാന പോഷകനദിയാണ്. 590 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഉത്തർപ്രദേശിലെ ഹമീർപൂരിനടുത്ത് വെച്ച് യമുന നദിയിൽ ലയിക്കുന്നു. സോൺ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? അത് ഏത് നദിയിലേക്ക് ചേരുന്നു? അമർകണ്ടക് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 881 കിലോമീറ്റർ പട്നക്കടുത്ത് ഗംഗാ നദിയിലേക്ക് ചേരുന്നു. സോൺ നദി മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രധാന ഉപദ്വീപീയ നദിയാണ്. 881 കിലോമീറ്റർ നീളമുള്ള ഇത് വടക്കോട്ട് ഒഴുകുകയും പട്നക്കടുത്ത് ഗംഗാനദിയിൽ ചേരുകയും ചെയ്യുന്നു. ഈ നദി മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. ബ്രഹ്മപുത്ര നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ ആകെയും ഇന്ത്യയിലെയും നീളം എത്രയാണ്? അത് എവിടെ പതിക്കുന്നു? ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്തുള്ള ആങ്സി ഹിമാനികളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ആകെ നീളം 2900 കിലോമീറ്റർ. ഇന്ത്യയിൽ 916 കിലോമീറ്റർ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബംഗ്ലാദേശിൽ പത്മ നദിയായി. ബ്രഹ്മപുത്ര നദി ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്തുള്ള ആങ്സി ഹിമാനികളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏകദേശം 2900 കിലോമീറ്റർ ആകെ നീളമുള്ള ഈ നദി ഇന്ത്യയിൽ 916 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നു. ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്ന ഇത് പത്മ നദിയിൽ ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു.
നർമ്മദാ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? അത് എവിടെ പതിക്കുന്നു? വിന്ധ്യാചൽ പർവ്വതനിരകളിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 1312 കിലോമീറ്റർ. കമ്പാത് ഉൾക്കടലിൽ പതിക്കുന്നു. നർമ്മദാ നദി മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ്. ഏകദേശം 1312 കിലോമീറ്റർ നീളമുള്ള ഇത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി കമ്പാത് ഉൾക്കടലിൽ പതിക്കുന്നു. ഈ നദി മധ്യപ്രദേശിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നു. താപ്തി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? അത് എവിടെ പതിക്കുന്നു? മധ്യപ്രദേശിലെ ബേതുൽ ജില്ലയിലെ മുൾട്ടായിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 724 കിലോമീറ്റർ. സൂറത്തിനടുത്ത് കമ്പാത് ഉൾക്കടലിൽ പതിക്കുന്നു. മധ്യപ്രദേശിലെ ബേതുൽ ജില്ലയിലെ മുൾട്ടായിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന താപ്തി നദി ഏകദേശം 724 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്നു. നർമ്മദാ നദിക്ക് സമാന്തരമായി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇത് മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. ഒടുവിൽ ഗുജറാത്തിലെ സൂറത്തിനടുത്ത് കമ്പാത് ഉൾക്കടലിൽ പതിക്കുന്നു. മഹി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? അത് എവിടെ പതിക്കുന്നു? മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ വിന്ധ്യ പർവ്വതമേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 583 കിലോമീറ്റർ. കമ്പാത് ഉൾക്കടലിൽ പതിക്കുന്നു. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ വിന്ധ്യ പർവ്വതമേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹി നദി ഏകദേശം 583 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്നു. രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ നദി കമ്പാത് ഉൾക്കടലിൽ പതിക്കുന്നു. ഉഷ്ണമേഖലാ പ്രദേശത്ത് കർക്കടക രേഖയെ രണ്ടുതവണ മുറിച്ചുകടക്കുന്ന ഒരേയൊരു പ്രധാന നദിയാണിത്. ലൂണി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? അത് എവിടെ പതിക്കുന്നു? രാജസ്ഥാനിലെ അജ്മീറിലെ പടിഞ്ഞാറൻ ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 511 കിലോമീറ്റർ. റാൻ ഓഫ് കച്ചിൽ പതിക്കുന്നു. രാജസ്ഥാനിലെ അജ്മീറിലെ ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലൂണി നദി ഏകദേശം 511 കിലോമീറ്റർ ഒഴുകുന്നു. ഇത് മരുഭൂമിയിലൂടെ ഒഴുകുകയും ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഒരു അന്തർവാഹിനി നദിയാണ്. മുകൾ ഭാഗങ്ങളിൽ ശുദ്ധജലമുള്ള ഈ നദി താഴത്തെ ഭാഗങ്ങളിൽ ഉപ്പുവെള്ളമായി മാറുന്നു. മഹാനദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? അത് എവിടെ പതിക്കുന്നു? ഛത്തീസ്ഗഡിലെ ദമദാരി ജില്ലയിലെ സിഹാവക്കടുത്ത് നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 851 കിലോമീറ്റർ. കട്ടക്കിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഛത്തീസ്ഗഡിലെ ദമദാരി ജില്ലയിലെ സിഹാവക്കടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികളിൽ ഒന്നാണ്. ഏകദേശം 851 കിലോമീറ്റർ നീളമുള്ള ഇത് ഒഡീഷ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. ലോകത്തിലെ ഏറ്റവും നീളമുള്ള അണക്കെട്ടായ ഹിരാക്കുഡ് അണക്കെട്ട് ഈ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒഡീഷയുടെ ജീവനാഡിയാണ്. ക്ഷിപ്ര നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? അത് ഏത് നദിയിലേക്ക് ചേരുന്നു? ഇൻഡോറിലെ കാക്രി ബർദി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 210 കിലോമീറ്റർ. ചമ്പൽ നദിയിലേക്ക് ചേരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള കാക്രി ബർദി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്ഷിപ്ര നദി ഏകദേശം 210 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്നു. ഇത് ചമ്പൽ നദിയുടെ ഒരു പോഷക നദിയാണ്. ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ഉജ്ജയിനി ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സബർമതി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? അത് എവിടെ പതിക്കുന്നു? ആരവല്ലി പർവ്വതനിരകളിൽ ഉദയ്പൂർ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 371 കിലോമീറ്റർ. കമ്പാത് ഉൾക്കടലിൽ പതിക്കുന്നു. രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സബർമതി നദി ഏകദേശം 371 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്നു. ഇത് പ്രധാനമായും രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി കമ്പാത് ഉൾക്കടലിൽ പതിക്കുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പ്രധാന നഗരങ്ങൾ ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബനാസ് നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? അത് ഏത് നദിയിലേക്ക് ചേരുന്നു? രാജസ്ഥാനിലെ രാജ്സമന്ദ് ജില്ലയിലെ ആരവല്ലി പർവ്വതനിരകളിലെ കന്നോർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 512 കിലോമീറ്റർ. ചമ്പൽ നദിയിലേക്ക് ചേരുന്നു. രാജസ്ഥാനിലെ രാജ്സമന്ദ് ജില്ലയിലെ ആരവല്ലി പർവ്വതനിരകളിലെ കന്നോർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബനാസ് നദി ഏകദേശം 512 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്നു. ഇത് പൂർണ്ണമായും രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ഈ നദി ചമ്പൽ നദിയുടെ ഒരു പ്രധാന പോഷക നദിയായി അറിയപ്പെടുന്നു.
കൃഷ്ണാനദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? എവിടെയാണ് അത് പതിക്കുന്നത്? മഹാബലേശ്വറിനടുത്തുള്ള മഹാരാഷ്ട്ര പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 1400 കിലോമീറ്റർ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കൃഷ്ണാനദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിനടുത്ത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഒരു പ്രധാന നദിയാണ്. 1400 കിലോമീറ്റർ നീളമുള്ള ഈ നദി മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണിത്. കാവേരി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? എവിടെയാണ് അത് പതിക്കുന്നത്? കർണാടകയിലെ കൂർഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 800 കിലോമീറ്റർ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കർണാടകയിലെ കൂർഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാവേരി നദി ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളിൽ ഒന്നാണ്. ഏകദേശം 800 കിലോമീറ്റർ നീളമുള്ള ഈ നദി കർണാടകയിലൂടെയും തമിഴ്നാട്ടിലൂടെയും ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. തെക്കേ ഇന്ത്യയുടെ ഗംഗ എന്ന് ഇത് അറിയപ്പെടുന്നു. ഗോദാവരി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? എവിടെയാണ് അത് പതിക്കുന്നത്? നാസിക്കിലെ മഹാരാഷ്ട്ര ത്രയംബകേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീളം 1465 കിലോമീറ്റർ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തുള്ള ത്രയംബകേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗോദാവരി നദി ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയുമാണ്. 1465 കിലോമീറ്റർ നീളമുള്ള ഈ നദി ദക്ഷിണഗംഗ എന്നും അറിയപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിലാണ് ഈ നദി പതിക്കുന്നത്. തുംഗഭദ്ര നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? ഏത് നദിയിലേക്കാണ് അത് ചേരുന്നത്? കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ ഗംഗമൂല കൊടുമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തുംഗ, ഭദ്ര നദികളുടെ സംഗമസ്ഥാനത്ത് നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. നീളം 531 കിലോമീറ്റർ. കൃഷ്ണാനദിയിലേക്ക് ചേരുന്നു. തുംഗഭദ്ര നദി കർണാടകയിലെ ഗംഗമൂല കൊടുമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തുംഗ, ഭദ്ര എന്നീ നദികളുടെ സംഗമത്തിലൂടെ രൂപം കൊള്ളുന്നു. ഏകദേശം 531 കിലോമീറ്റർ നീളമുള്ള ഈ നദി കൃഷ്ണാനദിയുടെ പ്രധാന പോഷകനദിയാണ്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന നദിയാണിത്. പെണ്ണാർ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? എവിടെയാണ് അത് പതിക്കുന്നത്? നന്ദി മലനിരകളിലെ ചെന്നകേശവ കുന്നുകളിൽ നിന്ന് കർണാടക ഉത്ഭവിക്കുന്നു. നീളം 597 കിലോമീറ്റർ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കർണാടകയിലെ നന്ദി മലനിരകളിലെ ചെന്നകേശവ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെണ്ണാർ നദി തെക്കേ ഇന്ത്യയിലെ ഒരു പ്രധാന നദിയാണ്. ഏകദേശം 597 കിലോമീറ്റർ നീളമുള്ള ഈ നദി കർണാടകയിലൂടെയും ആന്ധ്രാപ്രദേശിലൂടെയും ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഈ നദിയെ പിനാകിനി എന്നും അറിയപ്പെടുന്നു. പെരിയാർ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന്റെ നീളം എത്രയാണ്? എവിടെയാണ് അത് പതിക്കുന്നത്? സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടിയുടെ വനപ്രദേശത്തുനിന്ന് ഉത്ഭവിക്കുന്നു. നീളം 244 കിലോമീറ്റർ. അറബിക്കടലിൽ പതിക്കുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടിയുടെ വനപ്രദേശത്തുനിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി 244 കിലോമീറ്റർ നീളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഈ നദി വൈദ്യുതി ഉൽപാദനത്തിനും ജലസേചനത്തിനും പ്രധാനമാണ്. ഹൂഗ്ലി നദി എന്താണ്? അതിന്റെ നീളം എത്രയാണ്? എവിടെയാണ് അത് പതിക്കുന്നത്? ഹൂഗ്ലി നദി ഗംഗാനദിയുടെ ഒരു പോഷകനദിയാണ്. ഇത് പ്രധാന ചാനലിൽ നിന്ന് വേർപെട്ട് ധൂലിയയിൽ നിന്ന് പശ്ചിമബംഗാൾ തെക്കോട്ടൊഴുകുന്നു. നീളം 260 കിലോമീറ്റർ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പശ്ചിമബംഗാളിൽ ഗംഗാനദിയിൽ നിന്ന് വേർപെടുന്ന ഒരു പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി നദി. ഏകദേശം 260 കിലോമീറ്റർ നീളമുള്ള ഈ നദി കൊൽക്കത്ത പോലുള്ള പ്രധാന നഗരങ്ങളിലൂടെ കടന്നുപോകുന്നു. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് പതിക്കുന്നത്. ഡൽഹി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന നദി. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യമുന നദി ഗംഗാനദിയുടെ ഒരു പ്രധാന പോഷകനദിയാണ്. നഗരത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യത്തിൽ യമുനയ്ക്ക് വലിയ പങ്കുണ്ട്. ആഗ്ര ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന നദി. താജ്മഹലിന്റെ നഗരമായ ആഗ്ര യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യമുന നദി ഈ പ്രദേശത്തിന്റെ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യത്തിന് ഒരു പ്രധാന ഘടകമാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായിരുന്നു ആഗ്ര.